ഒരു ഹിന്ദു സുഹൃത്തില്ലേ, ഒരു ക്രിസ്ത്യൻ സുഹൃത്തില്ലേ? നിങ്ങൾ കല്യാണത്തിന് ഒന്നിച്ചു പോന്നില്ലേ? നിങ്ങൾ ടൂർ ഒന്നിച്ചു പോന്നില്ലേ? നിങ്ങൾ ഓഫീസിലേക്ക് ഒരു 2 വീലറിൽ 2 പേരും ഒന്നിച്ചിരിക്കില്ലേ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവനോട് തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ രക്ഷപ്പെട്ടു. ഇല്ലേ, പരലോകത്ത് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഞാനത് തുറന്നു പറയണം. 2026 ജനുവരി മുതൽ ഇനി അങ്ങോട്ട് നോൺ മുസ്ലിം ദവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരിപാടിയിൽ പബ്ലിക്കിൽ വരേണ്ടത്. ഓഡിറ്റോറിയത്തിലോ ക്യാമ്പിലോ നമ്മുടെ മദ്രസയിലോ ഒക്കെ ഇങ്ങനെ ക്ലാസ്സുകൾ വെക്കാം, ഞാൻ അതിനെതിരല്ല. പക്ഷെ ആദർശമില്ലാത്ത ശിർക്കിന്റെ ആളുകൾ സാക്ഷ്യം നിൽക്കുന്നിടത്ത് ഉക്കാദ അതായിരുന്നു, ദുൽമജാസ് അതായിരുന്നു, മജന്ന അതായിരുന്നു. എന്തിനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്സവ ദിവസമാക്കാൻ നമുക്ക് മത്സരം എന്ന് പറഞ്ഞ്? എപ്പോഴും ആത്മീയ തലത്തിൽ കൂടുതൽ ആളുണ്ടാവും. ഒരു നേർച്ച സ്ഥലത്ത് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തു, ക്ഷേത്രത്തിന്റെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയില് എനിക്ക് പ്രസംഗിക്കാൻ അവസരം ഉണ്ടാക്കി തരണേ റബ്ബേ. എന്റെ റബ്ബ് എനിക്ക് അവസരം തന്നു. ഞാൻ പോയിട്ട് പ്രസംഗിച്ചു. ധാരാളം മുസ്ലിങ്ങൾ കേട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കും തോറും തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് ഗംഭീരമായ പരിവർത്തനം ഉണ്ടാവും. അതിന് കഴിവുള്ള എഴുത്തുകാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അതിന് കഴിവുള്ള പ്രാസംഗികരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ സംഘടനകൾ അതിന് വഴിയൊരുക്കി കൊടുത്താൽ മതി. ആ വഴിയൊരുക്കി കൊടുത്താൽ എല്ലാ കവലകളിലും നമുക്ക്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ മുസ്ലിങ്ങളെ വീട്ടിൽ കയറുന്നതിന് പകരം നാനാജാതി സമൂഹത്തിന്റെയും വീട്ടിൽ കയറുക. ഞങ്ങൾ ക്ഷണിക്കുന്നു എന്ന് പറയാ. ഞാൻ എൻ്റെ വീട്ടിന്റെ മുറ്റത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ച്. മുസ്ലിങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ. അവരെല്ലാം വീട്ടിൽ കയറി ഞാൻ വിളിച്ചൊരു കത്ത് തയ്യാറാക്കി. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ വീട്ടിൽ കൂടാൻ നിങ്ങൾ ക്ഷണിച്ചാൽ, ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചാൽ നിങ്ങൾ വരുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലൊരു കല്യാണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ഇന്നൊരു പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നു, നിങ്ങൾ വരില്ലേ എന്ന് വെച്ചിട്ടാണ് അവർക്ക് നോട്ടീസ് അയച്ചത്. ആ സദസ്സ് മുഴുവനും മുസ്ലിങ്ങളായിരുന്നു. ആ വിഷയം എന്നും യൂട്യൂബിൽ എവിടെയോ കിടക്കുന്നുണ്ട്. മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവമൊന്ന് എന്നായിരുന്നു അതിന്റെ വിഷയം. എന്റെ നാട്ടിൽ ഒരാളും പറയില്ല ഞങ്ങൾക്ക് മതം കിട്ടിയില്ല. ഞാൻ എൻ്റെ അനുജൻ സിറാജിനോട്, അജീഷ് മരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സിറാജിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നു, ക്യാൻസർ ബാധിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് മരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നമ്മൾ അവർക്ക് ദീനെത്തിച്ച് എന്ന് നമുക്ക് സമാധാനിച്ചുകൂടെ? നാളെ അവര് നമുക്കെതിരെ പറയോ? അപ്പൊ എന്റെ അനുജൻ പറഞ്ഞു, അവനോട് പറഞ്ഞ അത്ര നമ്മൾ വേറെ ആരോടാ പറഞ്ഞത്? ശരിയാണ്, ഞങ്ങൾ ഓരോ സുഹൃത്തുക്കളെയും വിളിച്ചിരുത്തി പറയും. ഞങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഇത് കയറി പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളെ അള്ളയെ ഏൽപ്പിച്ച ദൗത്യം എന്താ? നിങ്ങൾ ശരിക്കും ചിന്തിക്ക്. 3-ാം അധ്യായം 104 എന്താ പറയുന്നത്? കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കേണ്ടവരാണ്. ആരുടെ നന്മ? ആർക്ക് നന്മ? ലോകത്തിലെ സകല മനുഷ്യർക്കും. നിങ്ങൾ തിന്മ എതിർക്കേണ്ടവരാണ്. ആരുടെ തിന്മ? സകല മനുഷ്യരുടെയും. ശരിക്കും അതല്ലേ ഞാൻ ചോദിക്കാൻ നിങ്ങളോട്, എന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. എന്താണ് ആ ഖൈർ? തൗഹീദാണ്. ആ തൗഹീദിലേക്ക് ലോകത്തെ ക്ഷണിക്കേണ്ടവരാണ് നിങ്ങൾ. നമുക്ക് ആർക്കെങ്കിലും ഇപ്പൊ നിങ്ങൾ നോക്ക്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകുന്ന മഹാനാണ്. 6 മഹാന്മാരായ വ്യക്തികളെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ബിലാൽ ഉൾപ്പെടെ, സഅദ് ബിൻ അബി വക്കാസ് ഉൾപ്പെടെ, സുബൈർ ബിൻ അവാം ഉൾപ്പെടെ, സഅദ് ബിൻ അബി വക്കാസ് ഉൾപ്പെടെയുള്ള സ്വഹാബിമാർ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, 72 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. മിസ്ബർ അള്ളാന്റെ പ്രബോധനം കൊണ്ട്, അള്ളാന്റെ അനുമതിയോടുകൂടെ. ഒരുപാട് ആളുകൾ, അബൂദർ അൽ ഗിഫാരിയോട് മുത്തനബി പറഞ്ഞു, നിന്റെ ഗോത്രത്ത് പോയിട്ട് നീ ഇവിടുന്ന് പഠിച്ചതെന്തോ അത് പറഞ്ഞോ. അദ്ദേഹത്തിന്റെ അനുജനോട് തൗഹീദ് പറഞ്ഞു. അനുജൻ ഇസ്ലാമിലേക്ക് വന്നു. അനുജനും ജ്യേഷ്ഠനും കൂടി ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ ഇസ്ലാമിലേക്ക് വന്നു. ഈ 3 പേരും കൂടെ ഗോത്രത്തിലും ഓരോ വീട്ടിലും കയറി ഇറങ്ങി. എന്താ കാര്യം എന്നറിയോ? പരലോകം ഉണ്ടെന്ന്. പരലോകത്ത് അവർ വരും. ആ ആളുകൾ നമ്മളോട് ചോദിക്കും. ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കേണ്ട ചുമതല നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ അനുഗ്രഹം കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, അയാളെ ഖൽബിനെ ദീനിലേക്ക് മാറ്റുക എന്നുള്ളത് നമ്മുടെ വകയല്ല. അത് പടച്ചോൻ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അതുകൊണ്ടാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഇല്ല നബിയേ, നിങ്ങൾ വിചാരിക്കുന്നവർക്ക് വെളിച്ചം കൊടുക്കാൻ സാധ്യമല്ല നബിയേ. നിങ്ങൾക്ക് വിചാരിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. അത് എന്റെ ഉത്തരവാദിത്തമാണ് നബിയേ എന്ന് ഗദ്ഗത കണ്ഠനായ മൂത്താപ്പ ഇസ്ലാം സ്വീകരിക്കാതെ കുഫറിലായി കൊണ്ട് മരിച്ചപ്പോ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ചാലിട്ടൊടുകിയ റസൂലിനോട് 28-ാം അധ്യായം 56-ാമത്തെ വചനത്തിൽ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അതുകൊണ്ട് നമുക്കൊരാൾക്ക്, പക്ഷെ നമ്മൾ എത്രക്ക് എത്തിച്ചു അത് അല്ലാഹ് തീർച്ചയായിട്ടും ചോദിച്ചു. എത്ര ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു?
ഞാൻ വിചാരിക്കണം നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര ആൾ ജീവിക്കുന്നുണ്ട്. ഞാൻ ട്രെയിനിലൊക്കെ യാത്ര പോവുകയാണെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ വേഗം പരിചയപ്പെടും. ഞാൻ സീറ്റിൽ ഇരുന്ന് എൻ്റെ ബാഗിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് കയ്യിൽ വെക്കും. ആ ബുക്ക് അവരോട് ഇടം കണ്ടിട്ട് നോക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് അവരിങ്ങോട്ട് ചോദിക്കുക, അല്ലെ അവരോടൊന്ന് അങ്ങോട്ട് പറയും. ശരിക്കും നമുക്ക് 1 മിനിറ്റ് വേണ്ട തൗഹീദ് പറയാൻ, ഒരു 30 സെക്കൻഡ്. യൂസുഫ് നബി അതല്ലേ ചെയ്ത്? യൂസുഫ് നബീന്റെ അടുത്ത് 2 ആള് വരുന്നു. യൂസുഫ് നബീന്റെ അടുത്ത് സ്വപ്നം വ്യാഖ്യാനം ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അതൊക്കെ അവിടെ കട്ടെ. സ്വപ്നം വ്യാഖ്യാനം പറഞ്ഞു പോലെ മനസ്സാനുകൂലാക്കിയതിന് ശേഷം ദൈവത്തെടുത്തി അർബാബും മുതഫർരിഖൂൻ അതേതിന്റെ ചോദ്യമാണ്. അതിന് എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ട്? നിങ്ങൾ ആയത്ത് ഓതി നോക്കിയേ, 12-ാം അധ്യായം 38, 39 ആയത്ത് ഓതി നോക്കിയേ. അർബാബും മുതഫർരിഖൂൻ ഖൈറുൻ അമില്ലാഹി വാഹിദുൽ ഖഹാർ. ഈ ചോദ്യത്തിന് എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും? അത്രേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിമിനോട് തൗഹീദ് പറയാം. ഒരൊറ്റ മിനിറ്റ് കൊണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി. അവിടെ കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു ഏരിയയാണ്, എടക്കര ഭാഗത്ത്. ശരിക്കും അവർ നമുക്കെതിരെ പറയുന്ന രംഗം പരലോകത്ത് വരാതിരിക്കോ? ആരത് വായിക്കാത്ത? 18-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം, വെള്ളിയാഴ്ച സുന്നത്തായ അധ്യായം, സൂറത്ത് കഹ്ഫ് ഓതാത്തവരാരാ? എന്താണ് ഇതിൽ പറയുന്നത്? ഈ ഖുർആൻ ഇറക്കിയത് തന്നെ എന്തിനാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. അത് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? രണ്ടാമത്തെ കാര്യം എന്താ? വയുൻസിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. അല്ലാഹു കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് താക്കീത് കൊടുക്കാനാ. ക്രിസ്മസ് ആഘോഷിക്കാൻ അങ്ങോട്ട് കൂടി കൊടുക്കാനല്ല. അത് ആഘോഷിക്കുന്നവരെ വിളിച്ചിട്ട് സ്നേഹത്തോടെ, ചങ്ങാതി നീ അപകടത്തിലാണ്, നിന്റെ കയ്യിലെ ബൈബിൾ അതിന് സാക്ഷിയാണ്, ഞങ്ങളുടെ കയ്യിലെ ഖുർആനും അതിന് സാക്ഷിയാണ് എന്ന് പറയേണ്ടതിന് പകരം ചുവന്ന തുണിയും കുപ്പായിട്ട് അവരെ കൂടെ ഇറങ്ങിയ മാപ്പിളാരല്ലാത്ത വേറെ ആരില്ല കേട്ടോ. മാപ്പിളാരല്ലാത്ത വേറെ ആരുണ്ട് നിങ്ങൾ ആരും വിചാരിക്കും വേണ്ട. വേറെ ആരും അതെട്ട് ചെയ്യൂല. ഒരു പർദ്ദ ഇട്ടിട്ട് ഒരു ഹിന്ദു സ്ത്രീയും മുസ്ലിങ്ങളെ പെരുന്നാളിന് ആമിനത്താത്താന്റെ വീട്ടിൽ പോകില്ല. എത്ര വലിയ കൂട്ടുകാരിയായാലും, എത്ര വലിയ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയാലും, ഒരു സുമതിയും ഇന്ന് മുസ്ലിങ്ങളെ പെരുന്നാളാണ്, അതുകൊണ്ട് ഓണത്തിന് മുസ്ലിങ്ങൾ ഓണപ്പുടവ് ഉടുക്കുന്ന പോലെ ഞാൻ പർദ്ദ ധരിക്കട്ടെ എന്ന് വിചാരിക്കില്ല. എന്താ കാരണം? അന്തസ്സുള്ള സമൂഹമായതുകൊണ്ടാണ് അവര്. ഏട്ടാ ഞാൻ പറയുന്നതുകൊണ്ട് ദേഷ്യം തോന്നണ്ട. അന്തസ്സ് നശിച്ചു പോയൊരു ജനതയാണ് നമ്മൾ. റസൂലിന്റെ പ്രവചനമാണ്, അത് പുലരിയാണ്. നമ്മളിൽ നിന്ന് ആദർശം പഠിക്കേണ്ടവർ നമ്മൾ അവരുടെ കൂടെ ശിർക്കിന്റെ കൂടെ കൂടിക്കൊടുത്താൽ, അമ്പലത്തിൽ പോയിട്ട് തങ്ങന്മാരി ചോറും തിന്ന് അതിനെ പ്രശംസിക്കുകയും കൂടി ചെയ്താൽ പിന്നെ എങ്ങനെ നമുക്ക് അവരെ തൗഹീദിലേക്ക് എഴുതി? അതല്ല തങ്ങളെ കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ ഞങ്ങൾ അമ്പലത്തിൽ ഷിർക്കിന്റെ ചോറും തിന്നു പോയത് എന്ന് പറയും. പറയാൻ അവകാശമല്ല. ആ അവകാശം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പരസ്യമായി പറയേണ്ടത് തന്നെയാണ്. മതലേനത്തിനെതിരെ പരസ്യമായി പറഞ്ഞിട്ടുള്ള വരാനിരിക്കുന്ന എന്തറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരെ ഭീകരവാദിയും തീവ്രവാദിയുമായി ചിത്രീകരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് പത്തി ഉയർത്തുന്നിടത്ത് പത്തിക്ക് അടിച്ചു കൊള്ളണം. അതാണ് ദേവത്ത്. ആ ദേവത്തിന്റെ പ്രാധാന്യം പറയുന്നത് ഖുർആൻ പറയാണ്, നാട്ടുകാർ നിങ്ങളെ വിചാരണ ചെയ്യും എന്ന് വിചാരിക്കരുത്. വിചാരണ ഞാനാ ചെയ്യേണ്ടത്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആയത്ത്? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എന്ത് വിചാരിച്ചാൽ എന്താ? നബിമാരെങ്ങനെ ചിന്തിച്ചില്ല. നബിമാരെങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നബിമാർ ആട്ടി ഓടിക്കപ്പെടുമായിരുന്നോ? അമ്പിയാക്കളെ കൊല്ലുമായിരുന്നോ? അമ്പിയാക്കളെ നാട് കടത്തുമായിരുന്നോ? അമ്പിയാക്കളെ കല്ലെറിയുമായിരുന്നോ? അർജുമന്നക വഹ്ജുർനി മലിയ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നോ? ആലോചിക്കണം. എനിക്ക് കിടത്തിട്ട് ഉറക്കം വരാറില്ല. ഞാനൊരു മുസ്ലിം മരിച്ചു, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര കുറ്റബോധ. എന്താ അയാൾക്ക് തൗഹീദ് കിട്ടിയില്ലല്ലോ, പടച്ചോനെ ഞങ്ങളുടെ കർമ്മം നിർവഹിച്ചില്ലല്ലോ, ആ ബേജാറല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് എന്താ മാതൃകയാക്കാൻ പറ്റാത്തത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്. 33-ാം അധ്യായം 21-ാമത്തെ വചന. ഉത്തമമായ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുത്ത കുട്ടി മരിക്കാൻ കിടക്കണെന്നുള്ള വിവരം മുത്തുനബി ഓടുകയാണ് ആ വീട്ടിലേക്ക്. എന്നിട്ട് മോനോട് പറഞ്ഞു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. ജൂതനോടാ പറയണേ. അപ്പൊ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി ധാരാളം നമ്മുടെ റസൂൽ ആ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു മോനെ. അപ്പൊ ഒടുവിൽ അച്ഛന്റെ മുഖത്ത് നോക്കിയ കുട്ടിയോട് പറഞ്ഞു, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തു മോനെ. ഇങ്ങനെ ആ കുട്ടി ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലി ആ കുട്ടി മരിച്ചു പോവുകയാണ്. അശ്രുബിന്ദുക്കൾ, സന്തോഷത്തിന്റെ അശ്രുഗണങ്ങൾ കണ്ണുനീരിലൂടെ, കൺചാലുകളിലൂടെ, താടിയിലൂടെ, ജുബ്ബക്കുപ്പായത്തിലൂടെ ഭൂമിയെ ഉമ്മ വെച്ചു തിരുദൂതർ പറഞ്ഞു, അല്ലാഹുവേ നരകത്തിന്റെ ഇന്ധനമാകാൻ വിധിക്കപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തിയ നിനക്ക് സ്തുതി. ആഹ്ലാദം. നേരെ മറിച്ച് മൂത്താപ്പ കുഫ്റിലായി മരിച്ചപ്പോൾ നബി കരഞ്ഞത് ദുഃഖാർത്ഥമായ കരച്ചിലാണ്, ഗഡ്ഗത കണ്ഠനായ കരച്ചിലാണ്. ആ കരച്ചില് വേദനയുടേതാണ്, ഹൃദയത്തെ തട്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് എന്താ നബിക്ക് ബേജാറുണ്ടായി, ജോർജ് ട്രിനിറ്റി പറഞ്ഞു നടക്കുകയാണല്ലോ. അതാണ് ആ ആശയം. ശരിക്കും എന്റെ ലമീർ മടങ്ങുന്നത് 4ലേക്കാ. എന്താ കാരണം? അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളോട്, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരോട് എത്ര വ്യക്തമാണ്.
എത്ര വ്യക്തമാണ്. വജാദിലുഹും ബില്ലത്തി ഹിയ അഹ്സൻ ഫലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിലുഹും ബില്ലത്തി ഹിയ അഹ്സൻ ഹദാ ബലാഉൽ ലിന്നാസ് വലിയൻദറു ബിഹി ഖുൽ ഹാദിഹി സബീലി അദു ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. അല്ലേ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. എത്ര ഖുർആന്റെ വചനം ഉദ്ധരിച്ച്. 3-ാം അധ്യായം 64, 29-ാം അധ്യായം 46, 16-ാം അധ്യായം 125, 12-ാം അധ്യായം 108, 41-ാം അധ്യായം 33. അതിലെല്ലാം പറയുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്, ദർഗകളിലേക്കല്ല, പൂജാമുറികളിലേക്കല്ല, ബിംബങ്ങളിലേക്കല്ല, സൂര്യനിലേക്കല്ല, ചന്ദ്രനിലേക്കല്ല, നക്ഷത്രത്തിലേക്കല്ല, ജിന്നിലേക്കല്ല, മറിച്ച് പടച്ച തമ്പുരാനിലേക്ക്. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു. ജയവും പരാജയവും എന്ന് വിശ്വസിച്ച പ്രിയപ്പെട്ട ഹൈന്ദവരോട് ഈ ലോകത്തിനൊരു സിട്ടാവുണ്ടെന്ന് പറയാൻ അത്ര സിമ്പിളായ, രാമനുണ്ടാകുന്നതിന് മുമ്പ് ത്രേതായുഗം, കലിയുഗം, ദാപരയുഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈന്ദവരിൽ യുഗങ്ങളെ തിരിച്ചിട്ടുണ്ട്. ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ലോകമുണ്ട്. വേണ്ടെന്നേ, മനുഷ്യവാസം ഭൂമുഖത്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങളില്ലാത്ത, അമ്പലങ്ങളില്ലാത്ത, പള്ളികളില്ലാത്ത, സിനഗോഗുകളില്ലാത്ത, ചർച്ചുകളില്ലാത്ത, ആരാധനാമൂർത്തികളില്ലാത്തൊരു കാലം. പക്ഷെ അന്ന് ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്, സൗരയൂഥങ്ങളുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്, ആമസോൺ കാടുകളിൽ ഗർജിക്കുന്ന സിംഹങ്ങളുണ്ട്, ചിഹ്നം വിളിക്കുന്ന ആനകളുണ്ട്, അരുവികളിൽ ഹീൽ മത്സ്യങ്ങൾ ഒഴുകുന്നുണ്ട്, മൊണാർക്ക് ചിത്രശലഭങ്ങൾ ദേശാന്തര ഗമനം നടത്തുന്നുണ്ട്, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് ആർട്ടിക് ട്രെയിൻ പോകുന്നുണ്ട്, ആൽബട്രോസ് കൃത്യമായ തരംഗങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട്, കുരുവികൾ അതിന്റെ മുട്ടയിടുന്നുണ്ട്, പൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും, പിന്നെ ഒരു ശ്വസിനെ തോളിലേറ്റുന്നതും, സായന്തനങ്ങളെ ചെപ്പിൽ ഒതുക്കുന്നതും, സന്ധിയെടുത്ത് നീ കാട്ടിൽ മറയുന്നതും എന്ന് ONV പറഞ്ഞ ഭൂമി അന്നുണ്ട്. പക്ഷെ അന്ന് മനുഷ്യരില്ല, അമ്പലമില്ല, ക്ഷേത്രങ്ങളില്ല, ശബരിമലകളില്ല, കഅബാലയമില്ല, ഹജ്ജില്ല, ഉംറയില്ല, വേളാങ്കണ്ണി മാതാവില്ല, തീർത്ഥാടനങ്ങളില്ല, കുരിശുമല തീർത്ഥാടന കേന്ദ്രമില്ല. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ലോകം മനുഷ്യർക്ക് മുമ്പേ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് സൃഷ്ടിച്ചൊരു സിട്ടാവില്ലേ? ആ വിളിച്ചതിനെ നിങ്ങളും ഞാനും ആരാധിക്കുന്നു. എത്ര രസകരമാണല്ലേ? ആദം നബി ഏതൊരു അള്ളാനെയാണോ വിളിച്ചത്, നൂഹ് നബി 987 വർഷം ഏതൊരു അള്ളാനെയാണോ വിളിച്ചത്, അള്ളാനെ നമ്മൾ വിളിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചൊരു കാര്യം പറയട്ടെ. എന്റെ പഠനത്തിലും നിരീക്ഷണത്തിലും നിങ്ങൾ നോക്കും, മൊയ്തീൻ ഷെയ്ഖിന് പ്രാധാന്യം കുറഞ്ഞു വരികയാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൽ. ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. പണ്ട് മൊയ്തീൻ ഷെയ്ഖിനോളം പറയുന്ന വർണ്ണിക്കുന്ന ഒരാളും കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന് സ്ഥാനം അതിന്റെ താഴെ, റസൂലിന് സ്ഥാനം അതിന്റെ താഴെ. പക്ഷെ ഇപ്പം നടക്കണ എന്താ? ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖ് അവഗണിക്കപ്പെട്ടു. എന്താ കാരണം? മൊയ്തീൻ ഷെയ്ഖിന്റെ പേര് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് ഇവിടെ വരുമാനമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കേരളത്തിൽ നിന്നുകൊണ്ട് സമസ്തക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ചിറ്റടിമീത്തൽ അബൂബക്കറിനെ പടച്ചോനാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ മണ്ണാർക്കാട്ടുകാരപ്പ് എന്ന് പറഞ്ഞത്. മാലിക്കുൽ മുലൂക്കായ, രാജാതിരാജനായ, സിംഹാസനത്തിന്റെ നാഥനായ മൊയ്തീൻ ഷെയ്ഖ്. ഇത്തരമൊരു കുഫറിന്റെ വാചകം ലോകത്ത് കുഫ്രിയത്ത് തലച്ചോറിൽ പേറി ഭരണകൂടം നടത്തിയ ഒരു ഭരണാധികാരിയുടെ നാവെന്ന് പോലും പുറത്തു വന്നിട്ടുണ്ടാവില്ല. അത്രയും വലിയ കുഫർ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്തേ സീയമടവൂര് മാത്രമായത്? എല്ലാവരും നാവിലും സീയമടവൂര്. എന്താ? വരുമാനം രണ്ടു കൂട്ടർക്കും കിട്ടുന്നുണ്ട് അതിന്റെ പേരിൽ. അതങ്ങ് ബഗ്ദാദ് കിടക്കുന്ന ഷെയ്ഖിനെ പറഞ്ഞിച്ചോണ്ട് കിട്ടുമോ? തീക്കുണ്ടാരത്ത് നിന്ന് രക്ഷപ്പെടുത്തി നല്ല ഉറപ്പ് പറഞ്ഞ ഇബ്രാഹിം നബിന്റെ മാത്തങ്ങനെ പ്രസംഗിച്ചാൽ ഇബ്രാഹിം നബിന്റെ പേരിൽ പിരിവ് കിട കിട്ടുമോ? കാരണം ഇബ്രാഹിം നബിന്റെ കബർ കിടക്കുന്നത് ഒബ്രോളിലാണ്. അവിടെ പൈസ വേണം, അവിടെ കാന്തപുരത്തിന് കിട്ടുമോ? ചിന്തിക്കണം. ഇത് ചിന്തിക്കേണ്ടത് APK സുന്നികളാ. ഇത് വരുമാനമാണ്. ഈ വാചകം ശരിക്കോർത്തോളി. ഞങ്ങൾ ഒരാളെയും ചൂഷണം ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഖുർആൻ ഓതി പൈസ വാങ്ങാറില്ല. മരണ വീട്ടിൽ 3, 4, 10, 15, 40 കൊല്ലവർഷവും ആഘോഷിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അനങ്ങിയാൽ പൊറാട്ട എന്ന് പറയുന്ന പോലെ തൊട്ടതിനും പിടിച്ചതിനും ജനങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റുന്നൊരവസ്ഥ ഞങ്ങൾക്കില്ല. 9-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളവരോട് പറയാണ്, ഒരു ഭാഗത്ത് പടച്ചവന്റെ മതം, മറുഭാഗത്ത് പൗരോഹിത്യത്തിന്റെ മതം. പൗരോഹിത്യത്തിന്റെ മതം ജനങ്ങളെ അടക്കി വായുന്ന ഒരു ലോകത്ത്, ഭൂരിപക്ഷം ശിർക്കിന്റെ കുഫറിന്റെ പിന്നാലെ പോകുന്ന ലോകത്ത്, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറുകളും അക്കബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും സൂര്യനും ചന്ദ്രനും മലക്കുകളും ജിന്നുകളും അമ്പിയാക്കളും ഔലിയാക്കളും ദേവിമാരും ബീവിമാരും ആരാധിക്കപ്പെടുന്ന ലോകത്ത്, പെരിച്ചായി മുതൽ ഇങ്ങോട്ട് അങ്ങ് പശു വരെ ആരാധിക്കപ്പെടുന്ന ലോകത്ത്, കല്ലും മുള്ളും ആരാധിക്കപ്പെടുന്ന ലോകത്ത്, മനുഷ്യരോട് പറയാൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ച സിട്ടാവുണ്ടെന്ന് പറയാൻ, ഖലഖസ് സമാവാതി
بغير أمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة فأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دوني بل الظالمون في ضلال مبين فلينظر الإنسان إلى طعامه أنا سببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها هبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك خلقا من بعد خلق ظلمات ثلاث ذلكم الله ربكم له الملك والذين تدعون من دون الله. നോക്കൂ, വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായി വ്യക്തമായി മനുഷ്യ ജീവിതത്തെ ഇത് പഠിപ്പിച്ചു. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലി അജലിൻ മുസമ്മാ ദാലികും അല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ ഖുതുബീർ. ഇപ്പോ എത്ര വചനം പറഞ്ഞു? ഇനി ഈ വചനത്തിന്റെ അർത്ഥം എന്താ? 31-ാം അധ്യായം 10-11 വചനാണ് ആദ്യം പറഞ്ഞു. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത അവലംബങ്ങളില്ലാത്ത ആകാശത്തെ അവലംബമില്ലാതെ നാട്ടു നിർത്തിയ പടച്ചതമ്പുരാൻ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് പർവ്വതമുണ്ട്, മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് പർവ്വതമുണ്ട്. ആ പർവ്വതത്തെ സൃഷ്ടിച്ച മൗണ്ടൈൻസിനെ ആണികളാക്കി ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി മേലേക്കുള്ളതിനേക്കാൾ കൂടുതൽ ആഴമേറിയ വേരുകളുള്ള ആണി അടിക്കും. അങ്ങനെയാണല്ലോ ടെന്റ് കെട്ടുന്ന ആണിക്കാണ് ഒത്തത് ഔത്താദ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പർവ്വതങ്ങളെ കൊണ്ട് ഭൂമി ഉറപ്പിച്ചു നിർത്തി ആകാശത്തിന്റെ കർമ്മേകീറുകളെ ഘനീഭവിപ്പിച്ച് ഭൂമിയുടെ പ്രതലത്തിൽ മഴ ചൊരിഞ്ഞ് സസ്യലതാദികളെ മുളപ്പിച്ചു. ഇനബം വഖൽബം വസൈതൂനം വനഖ്ല വഹദായിക ഉൽബ വഫാകിയത്തും വഅബ്ബ. അതേ ഉള്ളികൾ തന്നു, അബസ്ലിഹ വഖിസായിഹ വഫൂമിഹ, എല്ലാം തന്നു, പച്ചക്കറികൾ തന്നു, അതുപോലെ പല വിഭവങ്ങളും തന്നു, പയറുവർഗ്ഗങ്ങൾ തന്നു, ജീവിക്കാൻ ആവശ്യമായ മന്നയും സൽവയും തന്നു. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, സൂറത്ത് ബഖറ 29, നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ഒരു പടച്ചവനെ പരിചയപ്പെടുത്താനാണ് തസ്ബീഹ സമ്മേളനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രവാചകന്മാരെ, മുജാഹിദുകളെ, നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിൽ നിന്ന് പ്രസംഗത്തിലൂടെയല്ല, വായിച്ചിട്ട് പഠിക്കണം. ഇഖ്റ നമ്മളോട് ആദ്യം പറഞ്ഞു, വായിക്കടോ, വായിക്കുകയെന്ന്. അന്താരാഷ്ട്ര ബുക്ക് ഫെയറിൽ ഷാർജയിൽ പോയപ്പോ ഒരു നിധി കിട്ടിയ പോലെയാണ് ഓരോ പുസ്തകം കയ്യിലെടുത്തത്. ഓരോ പുസ്തകങ്ങളും വായനയെ, അത് നിസ്കരിക്കാനല്ല അള്ളാഹ് ആദ്യം പറഞ്ഞത്. ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടാലുള്ള കുറ്റബോധം ഒരു ദിവസം ഒരു പുസ്തകം വായിച്ചിട്ടില്ല ഉണ്ടാവണം. കാരണം ഖുർആൻ തന്നെ പറയണെന്നറിയോ, അല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ, കിതാബ് വായിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. സുബൈന്റെ മുമ്പ് ഒരു കിതാബ് വായന, ളുഹറിന്റെ മുമ്പ് ഒരു കിതാബ് വായന, അസറിന്റെ മുമ്പ് ഒരു കിതാബ് വായന. കാരണം അല്ലാഹു പറയുന്ന അല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, 35-ാം അധ്യായം 29-ാമത്തെ വചന. 33-ാം അധ്യായം 34-ാമത്തെ വചന. നിന്റെ ഭവനത്തിൽ വെച്ച് ഞാൻ സഹോദരിമാരോട് പറയാൻ, നിങ്ങളുടെ വീടുകളിൽ ഖുർആനും സുന്നത്തും ഉണ്ടാകണം. അതിന്റെ ഓർമ്മകളായിരിക്കണം നിങ്ങളുടെ മക്കളിൽ. അല്ലാതെ പങ്കജുദാസിന്റെ ഗസലോ കോമഡികളോ പുതിയ സിനിമകളോ ഒന്നുമല്ല. നിങ്ങളുടെ മക്കളുടെ നാവുകളിൽ തത്തിക്കളിക്കേണ്ടത് ഖുർആനിന്റെ വചനമാണ്. നിങ്ങളുടെ കൽബിൽ രോമാഞ്ചം ഉണ്ടാക്കേണ്ടത് ഖുർആനാണ്. അതുകൊണ്ടാണ് ഫബിദാലിക ഫലിയഫ്റഹു വഖൈറും മിമ്മാ യജ്മഊൻ, സമ്പാദിച്ചു കൂട്ടുന്നതിൽ ഏറ്റവും വലിയ സമ്പാദ്യം ഖുർആനാണ് എന്ന് 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 57-58 പറയുന്നത്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു. വല്ലാത്തൊരു വാക്കാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. 59-ാം അധ്യായം 21-ാമത്തെ വചന. ഇതൊരു പർവ്വതത്തിന് മുകളിൽ ഇറക്കിയെങ്കിൽ ഞാൻ വിചാരിക്കും വമിനന്നാസി വദ്ദവാബി വല്ലനാമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 28-ാമത്തെ വചന. അതിൽ പറയുന്നത് എന്താണ്? നിറവർണ്ണങ്ങളുടെ വൈവിധ്യതകളില്ലേ, ആ വൈവിധ്യ റോഡ് തന്നെ ചോപ്പും കറുപ്പും. അല്ലാഹ് അന്നേ പറഞ്ഞതാ, റോഡുകളുടെ വൈവിധ്യം, വഴിയാത്രകളുടെ വൈവിധ്യത, മനുഷ്യന്റെ നിറത്തിലെ വ്യത്യാസം, ചെടികളിലെ വ്യത്യാസം, ഒരേ സ്ഥലത്ത് വെള്ളവും വളവും തളച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ടിന്റെ രുചിഭേദങ്ങൾ. വല്ലാത്ത മുഖ്തലിഫൻ അൽവാൻ, വല്ലാത്തൊരു അത്ഭുതമല്ലേ അത്. ഒരു ഫ്രൂട്ട് കട കണ്ടാൽ എന്തോ ഒരു സന്തോഷ. അവിടെയുള്ള നിറവർണ്ണങ്ങളുടെ ഓരോന്നിന്റെ ഉള്ളിലെ ടേസ്റ്റും അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നു. കാരണം അത് നമ്മൾ രുചിച്ചവരാണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ നൽകി അള്ളാഹ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ഫലി എന്തൊരു ഇൻസാന മിമ്മ ഖുലിഖ്,
നീ സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ നെഞ്ചലുകളുടെയും വാരിയലുകളുടെയും ഇടയിൽ സെമിനൽ വെസിക്കിളിൽ നിന്ന് ആ ഇന്ദ്രിയത്തിന്റെ പ്രവാഹമുണ്ടായി. അവസാനം അത് വളർന്നു. സുമ്മ നുത്ഫത, അത് നുത്ഫത്തായി. ഖലഖനൽ മുദ്അത ഇലാമൻ ഫഖസനൽ ഇലാമ ലഹ്മ സുമ്മ അൻശനാഹു ഖൽഖൻ ആഖർ ഖലഖൻ മിൻ ബഅദി ദുലുമാത്തിൻ ആ ഖലഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും. ഒരു ഘട്ടത്തിന് ശേഷം ഒരു വട്ടം 3 ഇരുട്ടറകൾക്കുള്ളിൽ മാതാവിന്റെ ഉദരം, ഗർഭപാത്ര ഭിത്തി, ആംനിയോ കോറിയോൺ പാട, 3 ഇരുട്ടറ. ഇതറിയാത്ത കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതി തരുന്നത് 39-ാം അധ്യായം 6-ാമത്തെ വചനം, 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനമാണ്. എന്നിട്ട് നിങ്ങളെ സൃഷ്ടിച്ചു, അഹ്സന തഖ്വീമായി സൃഷ്ടിച്ചു. 95-ാം അധ്യായം 5-ാമത്തെ വചനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബെറ്റർ സൃഷ്ടിയാണ്. വലഖദ് കറംനാ ബനി ആദം 17-ാം അധ്യായം 70-ാമത്തെ വചനമാണ്. ആദം സന്തതികളെ ആദരിച്ചു. വകസീറൻ മിമ്മൻ ഖലഖനാ തഫ്ലീലാ വഫല്ലൽനാഹും അലാ കസീറിൻ മിമ്മൻ ഖലഖനാ തഫ്ലീലാ. സൃഷ്ടിച്ച ജീവവർഗങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധി നൽകി. 78 സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നുള്ള ചോദിച്ചു. 17 സ്ഥലത്ത് ഉലായിക ഹും ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞു. 180 സ്ഥലത്ത് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു. 280 ഹറാമുകളെ കുറിച്ച്, 280 ഹലാലുകളെ കുറിച്ച് 1000 കഥകൾ, 1000 ഉപമകൾ എല്ലാം ഖുർആനിലുണ്ട്. ആ ഖുർആനിനെ അടുത്തറിയാനാണ് ജനങ്ങൾ നമ്മൾ ക്ഷണിക്കുന്നത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. ഇരുട്ടിൽ നിന്ന് മാനവതയെ, മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. ഓ മസ്ദുമാ സദ്ഗമയ മൃത്യു, നിങ്ങൾ നോക്കൂ, അമൃതം ഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസത്യത്തിൽ സത്യത്തിലേക്ക്, ഈ ലോകത്തിലെ നശ്വര ജീവിതത്തിൽ നിന്ന് അനശ്വരമായ അമരത്വത്തിലേക്ക്. ദൈവമേ, നീ ഞങ്ങളെ കൈപിടിച്ചു ഉയർത്തണേ എന്ന ആർഷഭാരതത്തിന്റെ പ്രാർത്ഥന. മനുഷ്യരെ സ്നേഹിക്കുന്നിടത്താണ് ദൈവത്ത് പൂക്കുക. ഉറപ്പിച്ചോ, നിങ്ങളൊരു കിഡ്നി പോയാൾക്ക് പൈസ കൊടുക്കണ്ടല്ലോ, നല്ലത് തന്നെ, നല്ലത് തന്നെ. കിഡ്നിയൊക്കെ കിട്ടിയാൽ 35 കൊല്ലം ബിംബത്തെ ആരാധിച്ച് ജീവിക്കണമെങ്കിലേ അയാൾക്ക് നമ്മളോട് ഏറ്റവും വലിയ വെറുപ്പം എന്താ ഉണ്ടാകറിയോ? കിഡ്നിയൊക്കെ ദുനിയാവിൽ ജീവിക്കാനായിരുന്നു, പരലോകത്ത് ജീവിക്കാൻ ആവശ്യം തൗഹീദായിരുന്നു. നിങ്ങൾ കയ്യിലുണ്ടായിരുന്നു, അത് തന്നില്ല. നിങ്ങൾ വലിയ പിരിവൊക്കെ എടുത്ത് എല്ലാവരും തന്നു. ചിന്തിച്ചോളിട്ടോ, പോയിന്റ് മറക്കണ്ട. ജീവകാരുണ്യം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അലിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യം എന്താ അറിയോ? ശിർക്കില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി എടുത്ത മെനക്കേട്ടാൽ ഓനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യമുള്ളതെന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാ നിങ്ങൾ ചോദിക്കുക? റബ്ബിനോട്. റബ്ബ് ഖുർആനിൽ പറയണേ, എന്റെ നാമം വാഴ്ത്തുന്ന ആരാണോ, എന്റെ ഏകത്വം ഉദ്ഘോഷിക്കുന്ന ആരാണോ ആ വ്യക്തി. വ്യഭിചാരം സാർവത്രികമായ ഒരു ലോകത്ത് വ്യഭിചാരത്തിനെതിരെ പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികനേക്കാൾ സിനയെക്കുറിച്ച്, റിബയെക്കുറിച്ച്, പലിശയെക്കുറിച്ച് പ്രസംഗിക്കുന്നവനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം തൗഹീദ് പറയുന്നവനെയാണ്. എന്താ തെളിവ്? ഞാൻ നേരത്തെ ഓതിയ ആയത്ത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് ഖുൽ ഹാദിഹി സബീലി. പറയൂ നബിയേ, ഇതാണ് എന്റെ മാർഗം. അദൂ ഇലല്ലാഹ്, ഞങ്ങൾ നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഖബറിലേക്കല്ല, ദർഗകളിലേക്കല്ല, ഉള്ളാളത്തേക്കല്ല, ഭീമാവുമിച്ചയുടെ അടുത്തേക്കല്ല. പിന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് ലോകത്തിന്റെ സിട്ടാവിലേക്ക്. ചന്ദ്രന്റെ നിലാവലകൾ ഏതൊരു നാഥനാണോ തരുന്നത്, ഈ അർദ്ധചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈദിന്റെ നാഥനെ. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില വൽ ഖമറ ഖദ്ദർനാഹു മനാസില. അല്ലാഹുവിന്റെ പ്രയോഗമാണ്. ചന്ദ്രൻ അതിന്റെ വൃദ്ധിക്ഷയങ്ങൾ താണ്ടി അതൊരു തേങ്ങാപ്പൂട് പോലെയായി തിരിച്ചു സഞ്ചരിക്കുന്ന ആ സഞ്ചാരമുണ്ടല്ലോ, ആ സഞ്ചാരത്തെ, സഞ്ചാരപഥത്തെ, അതിന്റെ ഓർബിറ്റലുകളിൽ ഒരു സ്വിമ്മിംഗ് മോഷനായി സൂര്യന്റെ ചലനത്തെ സൃഷ്ടിച്ചു എന്ന് സൂറത്ത് യാസീൻ 36-ാം അധ്യായം 38-39 വചനങ്ങൾ പറയാൻ. വേദനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ സ്വപ്നത്തിൽ നബി പ്രവാചകന്മാരെയാണ് കാണുന്നത്, അവരുടെ കൂടെയുള്ള അനുയായികളെ. ഒരു പ്രവാചകൻ, ആരുമില്ല അദ്ദേഹത്തിന്റെ കൂടെ, അങ്ങനെയുള്ള പ്രവാചകന്മാർ. 2-3 ആളുകളുള്ള പ്രവാചകന്മാർ, വളരെ ചുരുങ്ങിയ ആളുകളുള്ള ആളുകൾ, പിന്നെ വളരെ കൂടുതൽ ആളുകളുള്ള ഒരു നബീനെ കണ്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു അത് എന്റെ വിഭാഗമായിരിക്കും. അവൻ നബിയോട് പറയപ്പെട്ടു, നബിയേ, അത് മൂസാ അലൈഹിസ്സലാമിന്റെ ഖൗമാണ്. നിങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അതാ ചക്രവാളത്തിലേക്ക് നോക്കൂ നബിയേ. നബി അങ്ങോട്ട് നോക്കി, അവിടെ ഒരു വലിയ ജനസഞ്ചയം. മറുഭാഗത്തെ ചക്രവാളത്തിലേക്ക് നോക്കൂ നബിയേ. അവിടെയും പ്രവാചകൻ നോക്കി, അവിടെയും വലിയൊരു ജനസഞ്ചയം. എന്നിട്ട് പറഞ്ഞു, ഇവർ നിന്റെ അനുയായികളാണ്. ഇവരിൽ 70,000 ആളുകൾ ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, ശിക്ഷയോ വിചാരണയോ കൂടാതെ ഇവരിൽ 70,000 ആളുകൾ സ്വർഗ്ഗത്ത് പോകും.
പക്ഷികളെ വെച്ച് കൈനോട്ടം നടത്താത്ത, അതുപോലെ ജ്യോത്സ്യനെ സമീപിക്കാത്ത, വാലാ റബ്ബിഹി യതവക്കലൂൻ, പടച്ചവനിൽ തവക്കുൽ ചെയ്ത ആളുകൾ അവർ സ്വർഗത്തിലാണ്. ഇത് ജനങ്ങളോട് പറയണ്ടേ? ഉക്കാശ മുൻകടന്ന ഈ വിഷയം ജനങ്ങളോട് പറയണ്ടേ? ആര് പറയും? നമ്മൾ പറയണം. നമ്മുടെ സ്നേഹം എന്നത് അതായിരിക്കണം. റോട്ടിൽ വീണ് കിടക്കുന്ന ഒരുത്തനെ രക്ഷപ്പെടുത്തുന്നു, സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ഒരു ടീ വീലർ പോയാൽ അവന്റെ ജാതിയും മതവും നമ്മൾ നോക്കാറില്ല. സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് പറയും. സ്നേഹമാണത്. എങ്കിൽ ആർത്തിരമ്പുന്ന ആ തിരമാല കണക്കെ അഗ്നിസ്ഫുലിംഗങ്ങൾ വീഴുന്ന ഒട്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന പോലെയുള്ള ആ നരകത്തിലെ തീപ്പൊരിയിലേക്ക് നമ്മുടെ അയൽവാസി ഒരു യുക്തിവാദി ആയിക്കോട്ടെ, ഓ തീക്കുണ്ടിൽ വീണാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോടൂലേ? കാറെടുത്ത് ചുണയിൽ കേട്ടൂലേ? ഓ യുക്തിവാദിയാ നോക്കുവോ? എങ്കിൽ അവരൊക്കെ നാളെ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഒട്ടലോടെ നരകത്ത് പോവുക. മറ്റേ കയ്യാ പൊള്ളിയത്, കാലാ പൊള്ളിയത്, കുറച്ചേ പൊള്ളിയിട്ടുള്ളൂ, മുടിയാ പോയത്, ബാക്കി ഒരു പ്രശ്നമില്ല, അൽഹംദുലില്ലാഹ്. പക്ഷെ ശരീരം മുഴുക്ക നരകാഗ്നി നക്കിത്തുടയ്ക്കുന്ന ഒരു ലോകം. ആ ലോകത്ത് അവർ ചോദിക്കപ്പെടില്ലേ? അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകസ്സബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാകിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. 60 സൂറത്ത് മുൽക്ക് 8, 9, 10. നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുക, അല്ല താക്കീതുകാർ വന്നിട്ടില്ലേ എന്ന്. നമ്മൾ ആ താക്കീതുകാരാവണ്ടേ? നമ്മൾ നിഷേധിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം ആയത്തിന്റെ ബാക്കിയിൽ എന്താ പറയുന്നത്? ഞങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു. അവിടെ സുന്നികളെ കൊടുത്ത് അവർ പ്രവർത്തകരെ മുഴുവനും പിൻവലിച്ചു, ഭീഷണിപ്പെടുത്തി. മയ്യത്ത് പള്ളിക്കാട്ടിൽ വെക്കൂല എന്നൊക്കെ പറഞ്ഞു. ജാഹിദ് ബാദ്ശാന്റെ പ്രസംഗം കേൾക്കാൻ പോയാൽ കേട്ടില്ല, അവരെ സമ്മതിച്ചില്ല. كأنهم حمر مستنفرة فرت من كسفرة بل يريد كل امرئ منهم أن يؤتى صحفا منشرة كلا بل لا يخافون الآخرة. 74 സൂറത്ത് മുദ്ദസ്സിർ എന്ന് പറയാണ്. സിംഹം ഓടി വരുമ്പോ വരളി പിടിച്ചോടുന്ന കഴുതകളെ പോലെ, മാൻപേടകളെ പോലെ ഉപദേശങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന യൗവനം, മനുഷ്യകുലം. ഇതിലിപ്പോ എത്ര യുവാക്കളുണ്ട് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ നേരെ മറിച്ച് ഇപ്പൊ ലീഗിന്റെ പ്രകടനത്തിൽ ഞാൻ കുറ്റപ്പെടുത്തിയല്ല. അവിടെയുള്ള യുവാക്കളെ നിങ്ങൾ നോക്ക്. ഒരു ഫുട്ബോൾ കളി അരീക്കോട് ഉണ്ടെന്ന് പറഞ്ഞാൽ പള്ളിയിൽ ജുമ എടുക്കാനെങ്കിൽ പോലും അരീക്കോട്ട് ഒറ്റ മുജാഹിദ് പള്ളിയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ അരീക്കോട്ടൊക്കെ ആ ജാതി ഭ്രാന്ത മുജാഹിദുകളെ കൂടുതലുള്ള നാടാ. എളമു അന്നമൽ ഹയാത്ത് ദുനിയ അള്ള പറയുന്നുണ്ട് 50 20 വചനം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ കളി വിനോദാണ്, അതിലപ്പുറത്തെ ആക്രം. അപ്പൊ അരീക്കോട്ടുള്ളയും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ ഫുട്ബോളിനേക്കാൾ വലിയ ലഹരിയൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫുട്ബോളിനെതിരാണോ മുജാഹിദ് ബാലിശ്ശേരി? ലോകത്തിൽ എന്തിനെതിരാണോ കാക്ക? അല്ല, അത് തന്നെ മുഖ്യ വിഷയമായി പോയതിനാണ് ഞാൻ. അതിനൊന്നല്ല അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ച്. ജിന്ന് വർഗത്തെയും മിനിസ് വർഗത്തെയും സൃഷ്ടിച്ചത് ആര് നിഷേധിച്ചാലും ആരെതിർത്താലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ആരാണ് അള്ളാഹു? ലോകത്തിന്റെ തമ്പുരാനാണ്. അങ്ങനെ പരിചയപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ടൊരു കേസുമായി എന്നെ വിചാരണ കൊണ്ടുപോയപ്പോ അവർ ചോദിച്ചു, നിങ്ങൾ പിന്നെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ഒന്ന് നരകത്തിലാണ് നിങ്ങൾ പ്രസംഗിച്ചാലോ? അതേ. അതിന്റെ അപ്പുറത്തുണ്ട് വൈദീശനെ വിളിച്ചാലും നരകത്തിലാണ്, അതിന്റെ അപ്പുറത്തുണ്ട് യേശുവിനെ വിളിച്ചാലും നരകത്തിലാണ്, അതിന്റെ തൊട്ടുതായുണ്ട് മുഹമ്മദ് അലിമീനെ വിളിച്ചാലും നരകത്തിലാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സമൂഹത്തെ ഫോക്കസ് ചെയ്തല്ല, മാറ്റർ നോക്കിയിട്ടാണ് വിഷയം പറയുമ്പോൾ നമ്മൾ പറയണത് ഹിന്ദുക്കളൊക്കെ ക്യാൻസർ ബാധിച്ച് മരിച്ചോട്ടെ, ഹിന്ദുക്കളൊക്കെ കോവിഡ് ബാധിച്ച് മരിച്ചോട്ടെ, മാപ്പിളാർ രക്ഷപ്പെട്ടാൽ തന്നെ ഓന വർഗീയവാദി. ഞാൻ വർഗീയവാദിയല്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ തെറ്റും ഒരേപോലെ പറയും. അതാണ് ഇസ്ലാം. അല്ലാണ്ട് 4 ആളെങ്ങനെ എടുത്തിട്ട് ഓല തെറ്റു ഓല നന്നാക്കി ഒരു നമ്മൾ മാത്രം ഞാനും എൻ്റെ തട്ടാനും കെട്ടിയോനും കുട്ടികളെന്ന് പറയും സോണ്ടല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഞാനത് ഏത് വേദിയിലും അങ്ങനെ തന്നെ പറയും. എനിക്കതിൽ വലിയ സങ്കടമുണ്ട്. ലോകത്തെ അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മൾ എന്ത് വെച്ചാലും നമ്മളെ ആൾ കുറച്ചുണ്ടാവും. എന്താ കാരണം? നമ്മൾ വേറൊരു കാലത്ത് ചെന്നിട്ടില്ല. 50 കസേര മാറ്റിയിട്ട് മുസ്ലിങ്ങൾക്ക് മാത്രം കള്ളി തിരിച്ചങ്ങ് പറ്റുമോ? അവിടെ അവരെ മാത്രം ഇരിക്കുക, മുന്നിൽ എന്നും ഇരിക്കണം മുജാഹിദുകളുടെ ബാക്കിൽ നിന്നോളാൻ പറയാ. സാധ്യമാവോ? എങ്കിൽ അതിന്റെ പേരാ ദൈവത്തിൽ. അതേ ഖുർആനിൽ കാണാൻ പറ്റും. ഖുർആനിലല്ലാണ്ട് ഒരു മഹലിന്റെ കാളിയാരായിട്ട് ഒരു നബി വന്നിട്ടില്ല. ഉണ്ടോ? ഒരു മഹലിന്റെ കാളിയാരായിട്ട് അള്ളാഹു ഒരു നബീനെ നിയോഗിച്ചിട്ടുണ്ടോ? ശിർക്ക് ചെയ്ത പച്ച മനുഷ്യന്മാർക്കിടയിലേക്കാണ് നിയോഗിച്ചത്. അതുകൊണ്ട് ലോകത്ത് കാണുന്ന സകല തിന്മകളെയും അളവിലും തൂക്കത്തിലും കൃത്രിമ കാണിക്കുക കച്ചവടക്കാർ ചെയ്യുന്ന ഒരു പണിയാണ്. അതിനാ 83-ാം അധ്യായം അവതരിച്ച് 1 മുതൽ 6 വരെയുള്ള വചനം. അത് മാധവേട്ടനോടും പറയാ, ബാലേന്ദ്രനോടും പറയാ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. വേദഗ്രന്ഥങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലെ പ്രധാനം
നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ്. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? മുസ്ലിങ്ങളിൽ തന്നെ ചിലര് അവരാ തെറ്റൊന്നും ചെയ്യില്ല, ആ തെറ്റൊന്നും മാറി നിൽക്കും. പക്ഷെ തെറ്റിനെ എതിർക്കുന്നവരോടാണ് ഇവർക്ക് എതിർപ്പ്, തെറ്റ് ചെയ്യുന്നവരോടല്ല. എന്നിട്ട് ഇവർ പറയുന്ന വാക്കെന്താണ്? അത് ഖുർആൻ എടുത്തു ധരിച്ചു. ആ വചനം ഇന്ന് മറക്കരുത്. ഈ പ്രഭാഷണത്തിൽ നിങ്ങൾ ഏറ്റവും ഓർക്കേണ്ട വചനമാണ് ഞാൻ ഇതിൽ ഉദ്ധരിക്കുന്നത്. അത് 7-ാം അധ്യായം സൂറത്ത് ആറാഫിലെ 164-ാമത്തെ വചനമാണ്. വൈദ് കാലത്ത് ഉമ്മത്തും മിൻഹും ലിമ തഊന ഖൗമനില്ല ഔ മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലു മഅദറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അല്ല കൂട്ടരെ, യൗമസബത്തിൽ നിന്ന് മീൻ പിടിച്ചവരോട് ഗട്ടറുണ്ടാക്കി, ഓവുചാലുണ്ടാക്കി, അതിൽ മത്സ്യത്തെ കൊണ്ടുവന്ന് അതിന്റെ കവാടം മെൻട്രി അടച്ചു കളഞ്ഞ് തട്ടിപ്പ് കാണിച്ചവരോട് ഒരു ജനതയുടെ നിലപാട് എന്തായിരുന്നു? ഓല അള്ളാഹ് നശിപ്പിക്കാൻ വിചാരിച്ചല്ലേ അള്ളാഹിന്റെ ശിക്ഷോലിക്ക് വരൂലേ? ഓല എന്താ ആയിക്കോട്ടെ, നാട്ടിൽ അതിനെ എതിർത്തിട്ടൊരു ഫിത്തന ഉണ്ടാക്കണ്ട. ആ ടീം പിന്നെന്താ ചെയ്ത്? ഈ തിന്മക്കെതിരെ ശബ്ദിച്ചവരോട് ചോദിക്കണേ, നിങ്ങൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കും? ഓല അള്ളാഹ് നശിപ്പിച്ചോളൂലേ? ഒരു ചെയ്യുന്ന തെറ്റൊക്കെ തന്നെ ഓല അള്ളാഹ് നശിപ്പിക്കൂലേ? അപ്പൊ ഖുർആൻ നമ്മളോട് പറയണെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനോട് ഉദിർ പറയാനാണ്, ഞങ്ങൾ കണ്ട തെറ്റ് ഞങ്ങൾ എതിർത്തിട്ടുണ്ട് റബ്ബേ എന്ന് ഞങ്ങൾക്ക് റബ്ബിനോട് പറയണം. അബ്ദുല്ലാഹി മസ്ഊദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്താ ഉള്ളത്? ഒരു കാലം വരും എന്റെ ഉമ്മത്ത് ഞാൻ പറഞ്ഞത് ചെയ്യില്ല, ഞാൻ പറയാത്തത് ചെയ്യാൻ ഔത്സുക്യം കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാലം വരും. അന്ന് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. النبي سعيد الخدري رضي الله تعالى عنه سمعت رسول الله صلى الله عليه وسلم يقول من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان. ഇമാം ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഈ ഹദീസ് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടുക്കേണ്ടവർ, ഇപ്പൊ ബാപ്പ അമ്മ മക്കളുടെ കാര്യത്തിൽ അവർക്ക് നടപടിയെടുക്കാം, തല്ലേണ്ടി വന്നാൽ തല്ലാം. പക്ഷെ അയൽവാസി മാധവന്റെ മോൻ കള്ളുടിച്ച് വരുമ്പോൾ ഉപദേശിക്കാനേ പറ്റും, അപ്പൊ നാം ഉപയോഗിക്കാം. തല്ലേണ്ടടുത്ത് ബാപ്പ തല്ലിയില്ലെങ്കിലോ? 7 വയസ്സുള്ള മോള് ചുണ്ടിൽ ചായം തേച്ച് വരുന്നു. മുസ്ലിം ഉമ്മത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. 7 വയസ്സുകാരൊക്കെ തേക്കണ്. ഈ സമുദായത്തിന് വയസ്സും പ്രായമൊന്നുമില്ല തെമ്മാടിത്തത്തിന്. കാരണം ഞാൻ പറയുന്ന മുസ്ലിം സംഘടനകൾ ദുർബലമാണ്. പഴിചാരലുകളല്ലാത്ത ജനങ്ങൾക്കിടയിൽ കടുപ്പത്തിൽ എത്തിക്കേണ്ടതൊന്നും എത്തിക്കുന്നതിൽ മുസ്ലിം സംഘടനകൾ വിജയിക്കുന്നില്ല. ഒരു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ കാര്യത്തിലും ഇടപെടാൻ, നന്മകളുടെ തുരുത്തുകൾ തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരൊരു ന്യൂനപക്ഷം മാത്രമാണ്. ഒരു ന്യൂനപക്ഷം ലോകാവസാനം വരെ ഇവിടെ ഉണ്ടാകും. അവരാരാണ്? അല്ലേ? ഇസ്ലാം ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽറബാ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ് മിൻ ബാദി മിൻ സുന്നതി ഇൻ നുരീദു ഇല്ലൽ ഇസ്ലാഹ്. ഇസ്ലാഹാണ് 11-ാം അധ്യായം 84. ഹദീസിൽ പറയുന്നത് ഉറബായിങ്ങൾ വരും, അപരിചിതർ വരും, അവർക്ക് മംഗളം. അവരുടെ പ്രത്യേകത എന്താ? ബിദ്അത്തിനെതിരെ ശബ്ദിക്കുന്ന, നഷ്ടപ്പെടുത്തിയ സുന്നത്തുകളെ പുനഃസ്ഥാപിക്കുന്ന ഒരു ജനത. അതാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലേ? വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ആ ഇസ്ലാഹ് ഏതാ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നുള്ള പ്രസംഗം നടത്തിയ ശേഷം പ്രാർത്ഥന സൃഷ്ടികളോടാകാമെന്ന് പറഞ്ഞു വരുന്നവരോട് അത് നടത്തുന്ന താക്കീത് എന്താ അറിയോ? പേരോടിനോടും സക്കാഫിമാരോടും. മുജാഹിദുകൾ വന്ന് തൗഹീദ് പറയുന്നിടത്ത് ഫസാദ് ഉണ്ടാക്കരുത്, നിങ്ങളുടെ പ്രസംഗം ഫസാദാണെന്നാണ് ആദ്യം ഞാൻ പറയുന്നത്. ഇബ്നു ജരീർ തബരിയെ പോലെ ലോകപ്രസിദ്ധരായ ആളുകൾ പറഞ്ഞു, ഞാനിത് വാഴക്കാട് നൂറേ അജ്മീർ എന്ന ചൂഷണ പരിപാടിക്കെതിരെ കഴിഞ്ഞ ദിവസം ശബ്ദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഏത്? സത്യസന്ധമായി പറഞ്ഞാൽ ഈ വചനപ്രകാരം മനുഷ്യന്റെ അവസ്ഥ എന്ത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ലോകത്ത് നടക്കുന്ന തിന്മകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച പോലെ ചെയ്യാനോ പ്രവാചകൻ ശീലിച്ചത് ചെയ്യാനോ അല്ല ആളുകൾക്ക് വ്യഗ്രത. ബിദ്അത്തിലേക്ക് ഓടാൻ, ശിർക്കിലേക്ക് ഓടാൻ, അല്ലേ? അനല്ലാ, ഞാൻ തന്നെയാണല്ലാ എന്ന് CM പറഞ്ഞു എന്ന് പറയുന്ന അൻവരിയുടെ പ്രസംഗം എത്ര ഭീകരമായ കുഫ്റാണ് പറയുന്നത്. ആ സാധു അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അനല്ലാ എന്ന് അദ്ദേഹം പറഞ്ഞ എന്നിട്ട് പറയാ അയാൾ വലിയ ആലിമാണ്. ഫിറൗനെ പറ്റി ചോദിച്ചപ്പോൾ അയാൾ ആലിമാണ്. അങ്ങനെ ആലിമാണ്. ഒരേ കാര്യം നാവിലൂടെ പറഞ്ഞ രണ്ടാള് ഒരേ തളപ്പല്ലാതെ അവർക്ക് 2 കവാടമുണ്ടായി.
അന്ധവിശ്വാസങ്ങൾ വളരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കണം. ഒരു വ്യക്തിക്ക് നിർവഹിക്കാൻ പറ്റുന്ന സുന്ദരമായ ദഅവത്ത്, ഒരുപക്ഷെ 10 കൊല്ലം കഴിഞ്ഞാൽ പബ്ലിക്കിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, വീട് വീടാന്തരം കയറി നമുക്ക് പറയണം, അതിന്റെ പേരിൽ തല്ല് കിട്ടട്ടെ, അടി കിട്ടട്ടെ, ബഹിഷ്കരണങ്ങൾ വരട്ടെ. അല്ല പിന്നെ എന്തിനാ നബിമാര് കൊല്ലപ്പെട്ട്? യഹിയാ നബിയെ ചോദിച്ചു വാങ്ങിയതാ സക്കരിയ അലൈഹിസ്സലാം അല്ലേ? ആ യഹിയാ നബി ഒരു ഒറ്റ പ്രസംഗ ചെയ്ത് തല അരിഞ്ഞു കളഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയാ എത്ര അമ്പിയാക്കൾ കൊല്ലപ്പെട്ടു. എന്തിനായിരുന്നു അത്? അവർ മോശക്കാരായിട്ടാ? കല്ലെറിഞ്ഞതും നാട് വിട്ടുപോയതും നാട് കടന്നതും ഇരിക്കക്കുര വിട്ടുപോയതും എന്തിനായിരുന്നു? ഒറ്റ കാര്യം, വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, അല്ലാഹുയാകുന്നു ഞങ്ങളുടെ ആരാധ്യൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പടിയിറക്കപ്പെട്ടവരാണ് അവർ എന്നാണ് 22-ാം അധ്യായം 39-40 വചനത്തിൽ പറയുന്നത്. തൗഹീദാണ് അവരുടെ മെച്ചപ്പെട്ട സിദ്ധാന്തം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ നുസ്ലം മിൻ ഗഫൂരിർ റഹീം. 41-ാം അധ്യായം 30 മുതലുള്ള വചനമാണ്. റളീതു ബില്ലാഹി റബ്ബ, റബ്ബിനെ തൃപ്തിപ്പെടാൻ കഴിയണം. സൃഷ്ടികളിലേക്കല്ല ഇബാദത്തിന്റെ അംശങ്ങൾ തിരിച്ചുവിടേണ്ടത്, സൃഷ്ടാവിലേക്കാണ്. ഇതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ മുസ്ലിങ്ങളോടും. ഞാൻ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയി പ്രസംഗിച്ചപ്പോഴും ഒരാൾ പോലും ആ പ്രസംഗത്തെ പ്രശംസിക്കാതെ വിട്ടിട്ടില്ല. അവരെല്ലാം അത് കേൾക്കുകയും സുന്ദരമായ ഇസ്ലാമിന്റെ ഭൂമികയിലേക്ക് പലരും പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു, സ്വമേധയാ, ആരും നിർബന്ധിക്കാതെ. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കുക, അബൂബക്കർ സിദ്ദീഖ് കാരണം 6 ആൾക്ക് ഹിദായത്ത് കിട്ടി. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള നിങ്ങളുടെ അടുത്ത പ്രദേശത്തുകാരനാണ്. അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ സൗദി അറേബ്യയിലെ ലജ്നത്തുൽ ദായിമ ഈ പ്രസിദ്ധപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ദഅവത്തുകാർക്ക്, പ്രബോധകർക്കുള്ള ഒരു കൈപുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലോകത്തിലെ ക്രിസ്ത്യാനിയായ ഒരു പള്ളിയിലച്ചൻ സൗദി അറേബ്യ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇസ്ലാം കിട്ടി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, അവിടുത്തെ ജാലിയാത്തിലെ പണ്ഡിതനായി. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്നു ദഅവത്ത് ആരംഭിച്ചു. 4000 ആളെയാണ് അദ്ദേഹം കാരണമായി ഇസ്ലാമിലേക്ക് വന്നത് എന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരു വലിയ ഹോട്ടലിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിടെ ഒരു ഹിന്ദുവിന്റെ കയ്യിൽ ഒരു ലഘുലേഖ കിട്ടി. ഒരു സ്കോളർ ഉപേക്ഷിച്ചു പോയൊരു ലഘുലേഖ. അത് വായിച്ച് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് എന്റെ മനസ്സുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വിളിച്ചു, അച്ഛനെ വിളിച്ചു ഫോൺ ചെയ്തു, ഞാനിതാ ഇങ്ങനെ ഈ ആദർശം ഇന്നതാണ് എന്ന് അദ്ദേഹം ഫോണിലൂടെ അമ്മയ്ക്ക് അച്ഛനും പറഞ്ഞു കൊടുക്കുന്നു. അവരത് സ്വീകരിക്കുന്നു, ഭാര്യയും മക്കളും സ്വീകരിക്കുന്നു. ഇതെല്ലാം ആ പുസ്തകത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മൾ നിമിത്തമായി വേണ്ട ഒരു മദ്യപാനിയെ, മഹാനായ അബൂ ഹനീഫത്തുൽ ഖൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു മദ്യപാനി ഉണ്ടായിരുന്നു. സുപരിചിതമാണ് ഈ ചരിത്രം. അങ്ങനെ അദ്ദേഹത്തെ മാസ് പെറ്റീഷൻ പോയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ അന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഉറങ്ങിയില്ല. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറക്കുണ്ടാകാൻ പാടില്ല. അബൂ ഹനീഫത്തുൽ ഖൂഫി റഹ്മത്തുള്ളാഹി ഉറങ്ങിയില്ല. ഈ ജയിലിലടക്കപ്പെട്ട മദ്യപാനിയെ കുറിച്ചായിരുന്നു ചിന്ത എന്തായിരുന്നു? എന്നെ പോലെയുള്ള പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിട്ടും, അറിവാളന്മാരുണ്ടായിട്ടും എന്റെ അയൽവാസിയിൽ എനിക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന ടെൻഷനായിരുന്നു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ടായത്. സുബഹി നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ജയിലിലേക്ക് ചെന്നു. സൂപ്രണ്ടിനെ കണ്ടു. അപ്പൊ ഇമാമിനെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റുന്നു. ചോദിച്ചു, എന്താണ് ഇമാം അവർകളെ നിങ്ങൾ ഇങ്ങോട്ട്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു അയൽവാസി മാസ് പെറ്റീഷൻ കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ ജയിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. മദ്യപാനി, അവനെ എനിക്ക് വിട്ടുതരണം, ഞാൻ നന്നാക്കാൻ ശ്രമിക്കാം. അങ്ങനെ അവർ ഇദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ ഈ വ്യക്തിയെ വിട്ടു. ആ വ്യക്തിയുടെ ഷോൾഡറിൽ കൈവച്ച് അബൂ ഹനീഫ ചോദിച്ചു, എന്താടാ അത്? എടാ, നിന്നെ പെറ്റ ഉമ്മ ഇന്നലെ സ്വസ്ഥമായി കിടന്നുറങ്ങി, നിന്റെ ശല്യമില്ലാത്തത് കൊണ്ട്, നീ ഇല്ലാത്തത് കൊണ്ട് സ്വസ്ഥമായി ഉറങ്ങി. നിന്റെ വേർപാടിലോ അല്ലെങ്കിൽ നീ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയതിലോ ഉമ്മ ദുഃഖിക്കുന്നതിന് പകരം ഉമ്മ സന്തോഷിച്ചു. കാരണം അത്ര വലിയ ശല്യക്കാരനായിരുന്നു നീ വീട്ടിൽ. നിന്റെ പ്രാണപ്രേയസി സുഖമായി കിടന്നുറങ്ങി, നിന്റെ മക്കൾ സുഖമായി കിടന്നുറങ്ങി. അത്രയും വലിയ ശല്യക്കാരനായിരുന്നു നീ. ഒരു മദ്യപിക്കുന്നത് വഴി നിനക്ക് വേറൊന്നും കിട്ടാനില്ല. കുടുംബം പോയി, ജീവിതം പോയി, എല്ലാം പോയി. എന്താടാ ഇതൊന്നും ഒഴിവാക്കിക്കൂടെ എന്ന് കുറുക്കിക്കൊള്ളുന്ന കൗലംബലി, ആ ഹൃദയത്തിൽ തട്ടുന്ന വാക്ക് പറയാൻ അല്ല പറഞ്ഞിട്ട് ആ വാക്ക് പറഞ്ഞപ്പോ ആ വ്യക്തി മാറുകയും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായി തീരുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിന്റെ വാൽകഷ്ണം. സഹോദര, ന്യൂ ഹോപ്പ് ഇവിടെ പെരിന്തൽമണ്ണ അടുത്താണ്. ആയിരക്കണക്കിന് മനുഷ്യർ ഡ്രഗ് അഡിക്ഷനായിട്ട്
അതുപോലെ തന്നെ MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾക്ക് അടിമയായിട്ട്, മദ്യത്തിനും പലതിനും അടിമയായിട്ട് അവരെല്ലാവരെയും നമുക്ക് കിട്ടുന്നത്രയും ആളുകളെ 10-21 ദിവസം കൊണ്ട് ശുദ്ധീകരിച്ച ഒരു പ്യൂപ്പയ്ക്കുള്ളിലെ ഒരു പുഴു ചിത്രശലഭമായി പാറിപ്പറക്കുന്ന പോലെ സ്വച്ഛം ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഗൗരവപ്പെട്ട ഒരു ജീവിതത്തെയാണ് തൊലച്ചു കളയുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു സിനിമാ നടൻ മരിച്ചു. നിങ്ങൾക്കും എനിക്കും സുപരിതനാണ് അദ്ദേഹം. ശ്രീനിവാസൻ എന്ന് പറയുന്ന കമ്മ്യൂണിസം സമ്പൂർണ്ണമായി ഹൃദയത്തിലേറ്റ് ജീവിച്ച ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിൽ ഇല്ലെന്ന് വിശ്വസിച്ച, അവരൊക്കെ കമ്മ്യൂണിസത്തിന് പുറത്താണെന്ന് വിശ്വസിച്ചിരുന്ന എഴുത്തുകാരനും ചിന്തകനും പാട്ടുകാരനും സിനിമാ നടനും കഥാകൃത്തും സംവിധായകനും ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസന്റെ മരണത്തിന് കാരണം അദ്ദേഹം ചെയിൻ സ്മോക്കറായിരുന്നു. വലാ തഖ്തുലൂ അൻഫുസകും, നഫ്സിനെ കൊല്ലരുത് എന്ന നോളജ് മാത്രം അദ്ദേഹത്തിന് കിട്ടാതായിപ്പോയി. അതിന്റെ അടിമയായിപ്പോയി. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളാരും ഈ പാത സ്വീകരിക്കരുത് കേട്ടോ, ഇത് അപകടമാണ്. പുകവലിയുമായി ബന്ധപ്പെട്ട് ദേവാ ബുക്സ് ഒരു പുസ്തകമിറക്കി. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയാണ് പരിഭാഷപ്പെടുത്തിയത്. മുഹമ്മദ് അൽ ജിബാരി എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ പണ്ഡിതനാണ് ആ പുസ്തകം എഴുതിയത്. അതിൽ ആദ്യം കൊടുക്കുന്ന ആയത്ത് സൂറത്ത് ആറാഫിലെ പ്രോഫ് കോണിൽ ഈ ഉള്ളവൻ ഉദ്ധരിച്ച 150-ാമത്തെ വചനമാണ്. എന്റെ വിവരക്കേടല്ലാതെ എന്നെനിക്ക് ബോധ്യമാണ്. കാരണം ലോക സലഫികൾ ആദരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ പുകവലി ഹറാമാണെന്ന് പറയാൻ ഈ ആയത്ത ഉദ്ധരിച്ചത്. അദ്ദേഹം എന്തിനാണോ ആ തെളിവ് പിടിച്ചത്, അതേ തെളിവ് തന്നെയാണ് ഈ ഉള്ളവനും പിടിച്ചത്. അവിടേക്ക് എത്തുന്നൊരു കാലം വരും, നമ്മൾ കുടിക്കുന്ന പലതും പാടില്ലാത്തതാണെന്നൊരു കാലത്തിലേക്ക്. എത്ര അപകടകരമായിട്ടാണ് കിഡ്നിയെ ബാധിക്കുന്നത്. സിഗരറ്റ് വലി, വീടി വലി, പാൻപറാക്ക്, ഈ തിന്മ വർദ്ധിച്ചു വരുന്നു. 2500 കോടിയുടെ മദ്യം 2024 കേരളത്തിൽ മാത്രം 25,000 കോടിയുടെ മയക്കുമരുന്ന്. എത്ര? ലോകാടിസ്ഥാനത്തിലല്ല, കേരളത്തിലെ 3.5 കോടി മനുഷ്യർക്കിടയിൽ 25,000 കോടി. സർക്കാരിന്റെ കണക്കാ. അതില് 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ 70% കുട്ടികളാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ വിശ്വസിക്കുമോ? സർക്കാരിന്റെ കണക്കാ. 20%മോ 15ന്റെയും 19 വയസ്സിന്റെ ഇടയിലുള്ള ക്യാമ്പസിലെ കുട്ടികളാണ്. സ്കൂളിലും ക്യാമ്പസിലുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതെന്ന് വന്നാൽ വിദ്യാഭ്യാസ ശൃംഖല പരാജയപ്പെട്ടു എന്നാണോ, ജയിച്ചു എന്നാണോ? പറയൂ. നിങ്ങളുടെ കുട്ടിക്ക് കള്ളും പെണ്ണും കഞ്ചാവും സകല തോന്നിയാസവും ക്യാമ്പസിൽ കിട്ടുമെങ്കിൽ ക്യാമ്പസ് ജ്ഞാനത്തിന്റെ കൈലാസമാണോ, ക്യാമ്പസ് അധപതനത്തിന്റെ കൈലാസമാണോ പരിശോധിക്കപ്പെടേണ്ടത്. ഇന്നത്തെ ലോകത്ത് ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്രവാദികള്, മൈ ചോയ്സ് മൈ ബോഡി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? പച്ച നുണയും പറഞ്ഞുകൊണ്ട് ലോകത്ത് വരിക. നിന്റെ ശരീരം നിന്റെതല്ലെന്ന് നിനക്ക് ഉറപ്പാണ്, അതിലൊരു പങ്കും നിനക്കില്ലെന്നതും ഉറപ്പാണ്, അതിൽ രൂപപ്പെടുത്തിയ ഒരവയവത്തിന്റെയും ചുക്കാൻ നിനക്കില്ല. 51-ാം അധ്യായം 20-21 വചനം. ശരീരം പടച്ചോ നന്നതാ, അത് കേടുവരുത്തരുത്. പുകവലി കൊണ്ട് മരിച്ചുപോയ ഒരുപാട് ആളെ എനിക്കറിയാം. ചെയ്യരുത്. മദ്യം ഒരു തുള്ളി പോലും കുടിക്കരുത്. ഏറ്റവും വലിയ നമ്മുടെ ലോകാത്ഭുതം എന്ന് കേട്ടു. താജ്മഹൽ ഒരു ലോകാത്ഭുതമാണ്. ചൈന മുൻമതിൽ ഒരു ലോകാത്ഭുതമാണ്. ആ ലോകാത്ഭുതത്തെ ആരെങ്കിലും നശിപ്പിക്കുമോ? അല്ല വിളിച്ചതല്ല അതൊന്നും അത്ഭുതമാണ്. അല്ല അതിന് അത്ഭുതം എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളാ പറഞ്ഞു. പക്ഷെ അല്ല അത്ഭുതം എന്ന് പറഞ്ഞാണ് നമ്മുടെ ശരീരം. അല്ല പറയാണ് നിങ്ങളുടെ ശരീരം അത്ഭുതത്തിന്റെ കല പറയാണ്, ദൃഷ്ടാന്തമായി തീരേണ്ട കല പറയാണ്. എങ്കിൽ അതിനെ നമ്മൾ കേടെടുത്താൻ പാടല്ലോ. താജ്മഹൽ കേടെടുത്താൻ പാടല്ലോ. അതെന്നും അതുപോലെ സംരക്ഷിച്ച് നിർത്തേണ്ടതാണ് നമ്മുടെ ശരീരം. എന്തൊക്കെയോ ഭാര്യ വലിച്ചു തിന്നുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത തിന്നുന്നു എന്ന് പറയാം. അല്ല പറയാ ഭാര്യ വലിച്ചു തിന്നുന്നോ എനിക്ക് ഇഷ്ടമല്ല, അത് മാത്രം നമ്മൾ ചെയ്യുന്നത്. അതിൽ സലഫിയും എല്ലാവരും കണക്ക്. എത്ര ഹോസ്പിറ്റലുകളാണ്, എത്ര രോഗികളാണ്. കിഡ്നിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. നിങ്ങൾ പെപ്സിയും കോളയും അതുപോലെ ബോട്ടൽ പാനീയങ്ങൾ എന്തുമാകാം, ഏത് നിറവർണ്ണമുള്ളതാകാം, അത് ലൈസാകാം, അതുപോലെയുള്ള എന്തുമാകാം, ഉപ്പും പുളിയുമുള്ള എന്തുമാകാം. അതെത്രമാത്രം ഭീകരമാണ് ആന്തരിക അവയവത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? പുലുവശ്രബൂ എന്ന് പറഞ്ഞിട്ട് അല്ലെന്താ പറയണേ? യാ യുവന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. ഹലാലും ത്വയ്യിബ് ആവണം. ഹലാല് മാത്രമായ പോരാ, ത്വയ്യിബാകണം. വീട്ടിലുള്ള ഒരു വസ്തു കേട് വന്നു, പുഴിയളച്ചു, അത് ഹലാലാണ്, പക്ഷെ ത്വയ്യിബല്ല. ഇനി ആ അപ്പുറത്തെ വീട്ടിലെ പഴം, അത് ത്വയ്യിബാണ്, ഹലാലല്ല. ഹലാലുമാകണം, ത്വയ്യിബുമാകണം. ശരീരത്തിന് ഹാനികരമാകുന്നതൊക്കെ ഹറാം എന്ന പട്ടികയിലാണ് പണ്ഡിതന്മാരെണ്ണിയത്. നിങ്ങൾ പഠിച്ചോ? അതുകൊണ്ട് നമ്മുടെ ശരീരം ഉണ്ടാകണം. നല്ല ഇബാദത്ത്. നബി എന്താ പറഞ്ഞത്? ശക്തനായ മുഅ്മിനെയാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, ദുർബലനായ മുഅ്മിനെ അല്ല. അതുകൊണ്ട് ദുർബലത ഉണ്ടാവരുത് ഒരു രംഗത്തും.
ശക്തമായ ശരീരമുണ്ടാകണം, മനസ്സുണ്ടാകണം. നമ്മുടെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണ്? സൂറത്തു തഹ്രീം 66-ാം അധ്യായം 6-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. ലേ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ ചോദിക്കുന്നു, ആ പണി നമ്മൾ എടുക്കണ്ടോ? നമ്മുടെ മക്കൾ ചുണ്ടിൽ ചായം തേക്കുമ്പോ, നമ്മുടെ മക്കൾ മുഖത്ത് പുട്ടിയിടുമ്പോ, ഇത് മോളെ പാടില്ലാത്തതാണ്. പണ്ട് വേശ്യാലയത്തിൽ വേശ്യകൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തു പോകുന്ന പരിപാടികളാണ്. നിങ്ങൾ നെറ്റിൽ നോക്ക്, ഒറ്റക്കാലിൽ ചരട് കെട്ടുക എന്നുള്ള ആര് ശീലിച്ചതാ? ഞാൻ വേശ്യയാണെന്ന് അറിയാനായിരുന്നു ഒറ്റക്കാലിൽ ചരട് കെട്ടിയേ. കാരണം 2 കാലിൽ നമ്മൾ ചെരുപ്പിടുക, 2 കാത നമ്മൾ കുത്തുക. മനുഷ്യൻ ചിന്തിക്ക്. എന്നിട്ട് വേശ്യകളാണ് ഒറ്റക്കാലിൽ ചരട് കെട്ടി. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ നോക്ക് നിങ്ങൾ, ഒറ്റക്കാലിൽ. കാരണം അവർക്ക് അറിയില്ല, മുമ്പേ ഗമിച്ചിടുന്ന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം അപകടകരമായ അനുകരണങ്ങളാണ് ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ അപജയം. എന്തിനാ അത് അറിയില്ല. കീറിയ ജീൻസ് ഇടുക, എന്താ മോളെ അതിന് കാരണം? പണ്ട് കീറിയ നമ്മളവിടെ കണ്ടം വെച്ച് തുന്നുക ചെയ്യുക, അതായിരുന്നു അഭിമാനം. എവിടെങ്കിലും ഒരു കുഞ്ഞി കീറലുണ്ടെങ്കിൽ നാണക്കേടായിരുന്നു നമുക്ക്. ഇന്നോ കീറിയിട്ടില്ലെങ്കിൽ നാണക്കേടെന്ന തലതിരിച്ചിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ എത്തി. ഞാൻ കഴിഞ്ഞ ദിവസം മുണ്ടയിൽ പ്രസംഗിച്ച പ്രസംഗം സോഷ്യൽ മീഡിയയിൽ എന്നെ എടുത്ത് അലക്കുന്നുണ്ട് ആളുകൾ. എനിക്ക് വിഷയമല്ല. പക്ഷെ ഞാൻ സ്ത്രീകളോട് പറയുന്നു, നിങ്ങളുടെ സ്വർഗം നിങ്ങളായി നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ മക്കളുടെ സ്വർഗം നിങ്ങളായി നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇടിയിക്കുന്ന ഡ്രസ്സ് എത്ര ഇസ്ലാമിക വിരുദ്ധമാണ് നിങ്ങൾ നോക്കണം. ഏറ്റവും കൂടുതൽ ചുണ്ട് ചോപ്പിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. കാരണം എല്ലാ സൗകര്യം ഒരുക്കാം. ഞാൻ ചോദിക്കണം, ആ വീട്ടിലൊരു വാപ്പല്ലേ, ക്ഷമിക്കണം, അങ്ങനെ ചുണ്ടിലൊക്കെ ചായം തേച്ചൊരു മോളിറങ്ങുന്ന ഒരു വീട്ടിലെ ബാപ്പാനെ പറ്റി എനിക്ക് പറയാനുള്ളതറിയോ? ആണും പെണ്ണും കേട്ടോ. ഓനാണല്ല, ഓനാണല്ല. ഓൻ ചിലപ്പോ പരിശോധിച്ച് ഞാൻ തന്നെയാണെന്നൊക്കെ കാണിച്ചേക്കാം. വിശ്വസിക്കാൻ പ്രയാസം. ഞാൻ ലളിതമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ ചുണ്ട് ചോപ്പിക്കൽ എപ്പോഴാ? പുറത്തുമല്ലേ? ശരിക്കും അകത്തേക്ക് വന്ന് ഭർത്താവിനെ അട്രാക്ഷൻ ചെയ്യേണ്ടതല്ലേ ഭാര്യന്റെ പണി? പക്ഷേ വീട്ടില് ആ മീൻ മുറിച്ച മുളുകിയ വെള്ളവും ആ നൈറ്റ് ഇട്ടിട്ട് കടപ്പറയിലേക്ക് വരിക. ഇച്ചിപ്പോ കുളിക്കാനൊന്നും ആയില്ല, ക്ഷീണം തോന്നി ഞാൻ കിടക്കാൻ വന്നാൽ അതേ അച്ചില്ലേ അയച്ച്, അതേ സാധനം പിറ്റേന്ന് എങ്ങനെ ഒരുങ്ങട് 3.5 മണിക്കൂർ ആ കണ്ണാടിന്റെ മുമ്പിൽ ചുണ്ടിൽ മാത്രം ഇടാന്. ഭർത്താവ് എന്താ പറയുന്ന അറിയോ? എല്ലാം ഏൺ ചെയ്ത് വെച്ചിട്ട് ഭർത്താവ് പറയും, ഞാൻ 2 മണിക്കൂർ കിടക്കട്ടെ, അപ്പോഴേക്കല്ലെങ്കിൽ പുറപ്പെടൂ, 2 മണിക്കൂർ ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഈ ചുണ്ട് ചായം തേച്ച് ഇവിടെ പുട്ടിടുന്ന ആരെ കാണാനാ? ഗണേശനെയും ഗോപാലിനെയും സുരേന്ദ്രനെയും ബഷീറിനെയും ബാക്കിയുള്ളവനെ. അവളെ മനസ്സെന്താപ്പോ? വൃത്തികെട്ട മനസ്സാണ് ഉള്ളത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ചെങ്ങായി ഇങ്ങനെ, ഞാൻ ഇങ്ങനെ തന്നെ, എന്റെ പേര് തന്നെ മുജാഹിദ്. കോംപ്രമൈസ് ഇല്ലാത്തതാണ് അതിന്റെ അർത്ഥം. എന്റെ വാപ്പ വെറുതെ ഇട്ട പേരല്ല. എന്റെ വാപ്പാനെ നിന്ദിക്കാൻ ഞാനില്ല, എന്റെ വാപ്പാനെ നിന്ദിക്കാൻ ഞാനില്ല. ഞാൻ തിരൂർക്കാടല്ല പ്രസംഗിക്കുന്നത്. ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു മനുഷ്യൻ മരിച്ച് കിടന്നിട്ട് ആ മയ്യത്ത് കാര്യത്തിന് വന്ന ആളാണ് ഞാൻ, ഉമർ മൗലവിയുടെ. ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്ന മനുഷ്യനും അദ്ദേഹമാണ്. ഓർമ്മകളുടെ തീരത്ത് എത്ര തവണ വായിച്ചു തീർത്തു പോലും എനിക്കറിയില്ല. സത്യത്തിന് വേണ്ടി ജീവിച്ച ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കാര്യമാണ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ല വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. നിങ്ങൾ ദൈവത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹനെ മാത്രം പേടിച്ചാൽ മതി, ജനങ്ങളെ പേടിക്കണ്ട. 33-ാം അധ്യായം 39 വലം യഖ്ശ ഇല്ലല്ലാഹ്. 9-ാം അധ്യായം 18 അള്ളാഹനെ മാത്രം പേടിക്കുക. 3-ാം അധ്യായം 75 നിങ്ങൾ അവരെയല്ല പേടിക്കേണ്ടത്, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ സ്ത്രീകളോട് പറയാണ്, വേഷത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സുഗന്ധം പൂശി റോട്ടിൽ പോകരുതെന്ന് പറയാൻ കാരണം നിങ്ങളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടാതിരിക്കാനും നിങ്ങളുടെ സൗന്ദര്യത്തെ അവർ ആസ്വദിക്കാതിരിക്കാനും നിങ്ങളൊരു മ്ലേച്ഛമായ സ്ത്രീയായി മാറാതിരിക്കാനുമാണ്. നിങ്ങൾക്ക് അന്തസ് നൽകാനാണ്. ആ അന്തസ് നൽകുന്ന മതത്തിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ക്ലിപ്പായാലും വിവാദമായാലും അതിന്റെ വിഷമം ഞാൻ സഹിച്ചോളാം, നിങ്ങൾ കുഴപ്പാക്കണ്ട. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് വീട് കാലിയാണെന്ന്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. സാധാരണ ഇപ്പൊ എൻ്റെ ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് വരും. ഞാനും ഭാര്യയും ജോലിക്ക് പോകുന്നെന്ന് വിചാരിച്ചോ, ഞങ്ങൾ 2 പേരും ജോലിക്ക് പോയ ചെറിയ കുട്ടീനെ എന്താക്കും? ഒന്നെങ്കിൽ അയൽപ്പക്കത്തുണ്ടായി കൊടുക്കും. അവിടെ കാണിക്കുന്ന വിശ്വാസവും കാര്യമൊക്കെയാണ് ചെറുപ്പത്തിലെ ആ കുട്ടി കണ്ട് വളരുന്നത്. ഇല്ലെങ്കിൽ കിൻഡർ ഗാർട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ സ്ഥലത്തോ കൊണ്ടേ കൊണ്ടാക്കും. അവിടെയൊക്കെ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. കാരണം നമുക്ക് ജോലിയുണ്ട്. മക്കൾ ചെറുപ്പത്തിൽ തന്നെ വരുന്നത് വേറെ ആരോ കൈകളിലാണ്. ഉമ്മ ജോലിക്ക് പൈസ ഉണ്ടാക്കുകയാണ്. ഉമ്മമാര് ചിന്തിക്കാത്ത പോയിന്റ് കൂടിയാ പറയുന്നത്. ഈ റഷ്യൻ നേതാവ് മിഖായേൽ ഗോർബച്ചോവ് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പെണ്ണുങ്ങളെ തെരുവിലിറക്കിയതാണ്. അദ്ദേഹത്തിന് വകതിരിവുണ്ടായി, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് ഇപ്പോഴും വകതിരിവുണ്ടായിട്ടില്ല. നിങ്ങൾ വിചാരിയോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മത്സരിച്ച ഇക്കാലം വലിയ സമാധാനത്തിന്റെ കാലം?
അതൊന്നും കരുതണ്ട കേട്ടോ. അതിൻ്റെ ഒക്കെ അപകടം എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നത് 2 മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഉമ്മ പഞ്ചായത്ത് പ്രസിഡന്റാ, ഉമ്മ പാർട്ടി സെക്രട്ടറിയാ, പക്ഷെ വീട്ടിലെ ദൗത്യം ഉമ്മാക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. അല്ല പറഞ്ഞെന്തറിയോ, റസൂൽ പറഞ്ഞെന്തറിയോ, ഓരോ പെണ്ണും വീട്ടിലെ ഭരണാധികാരിയായുള്ള ഗുണം എന്തറിയോ, ഓരോ വീടും നന്നാവും. ആ വീട് ഉൾക്കൊള്ളുന്നതാണ് പഞ്ചായത്ത്, ആ വീട് ഉൾക്കൊള്ളുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത്, ആ വീട് ഉൾക്കൊള്ളുന്നതാണ് സമൂഹം. ഓരോ വീട്ടിലെ ഉമ്മമാരും അവരെ വീട്ടിൽ നിന്ന് മക്കളെ പഠിപ്പിച്ച് നന്നാക്കിയാൽ നെഹ്റു ഉണ്ടാവും, ഗാന്ധിജി ഉണ്ടാവും, മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടാവും, അബുൽ കലാം ആസാദ് ഉണ്ടാവും. ലോകപ്രസിദ്ധരൊക്കെ ഉണ്ടായത് ഉമ്മമാരുടെ കൈകളിലാണ്. അല്ലു മദ്രസത്തുൻ. ഉമ്മ വീട്ടിലില്ല. ഉമ്മ ജോലി കഴിഞ്ഞവര് 7 മണിക്കാ, ബാബ ജോലി കഴിഞ്ഞവര് 9 മണിക്കാ. പിന്നെ വീട്ടിൽ വന്ന പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടി അയൽപ്പക്കത്ത് പോവും, അപ്പുറത്ത് പോവും. ഉമ്മ വരൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കാമുകനോട് പറയും, ഇജ്ജ് വന്നോ, നല്ല സൗകര്യമാണ്, ബാപ്പ ഇമ്മയില്ല. മനസ്സിലായിക്കൂടെ? എഗൽസ് എഴുതിയ പുസ്തകത്തിന്റെ പേര് എന്തറിയോ? എന്തറിയോ നിങ്ങൾക്ക്? കുടുംബം തകരണം. അതാണ് ജിയോ ബേബി എന്ന സിനിമാ നടൻ. എനിക്ക് ഏറ്റവും മോശമായ വ്യവസ്ഥ കുടുംബമാണ്. ഒരു മുസ്ലിമിന് ഒരു പോയിന്റിൽ പോലും യോജിക്കാൻ പറ്റാത്ത ഒരു പ്രത്യയശാസ്ത്ര, എന്നിട്ട് അത് ലഹരിയായി കൊണ്ടെടുക്കുക മുസ്ലിങ്ങൾ, ഖത്തീബുമാർ വരെ. എന്തൊരു അത്ഭുതമാണ്. അവർ പറയുന്നത് എന്താണ്? സ്വകാര്യ സ്വത്ത് നശിക്കണം. സ്വകാര്യ സ്വത്ത് കുമിഞ്ഞുകൂടുന്നത് കുടുംബ സംവിധാനത്തിലാണ്. അപ്പൊ ആദ്യം തകരേണ്ടത് കുടുംബ സംവിധാനമാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ തകർക്കുന്ന സിനിമകൾ ഇറക്കി. ഇന്ന് മലപ്പുറത്തെ പെൺകുട്ടികളൊക്കെ മോളെ കല്യാണം വേണ്ടേ, ഉളറിപ്പോ വേണ്ടാന്ന്, ഓളെ തലയിൽ ലിബറലിസം ഭ്രാന്തായി കയറിയതാ. ജർമ്മനിയില്, ഞാൻ പറയുന്ന പടായിയല്ല, ജർമ്മനിയില് ക്രിസ്ത്യാനികൾക്ക് കുട്ടികൾ കുറവാ, ജൂതന്മാർക്ക് കുട്ടികൾ കുറവാ, അവിടെ മുസ്ലിങ്ങൾക്ക് കുട്ടികൾ കൂടുതലുണ്ട്. എന്താ കാരണം? അവിടെ ഒരു പെണ്ണ് ഗർഭിണിയായ ചെലവ് വഹിക്കേണ്ട അവളാ, അവനല്ല. ഓള് പ്രസവിച്ചാ ചെലവ് വഹിക്കേണ്ടത് അവളാ, അവനല്ല. അപ്പൊ ജോലിയുള്ള ഒരു പെണ്ണ് വിചാരിക്കും, ഞാനിപ്പോ ശമ്പളം വാങ്ങിയാൽ എനിക്ക് ജോലിയില്ല, അപ്പൊ എനിക്ക് എങ്ങനെ ശമ്പളം കിട്ടും? ഞാൻ പ്രസവിക്കുന്ന കാലഘട്ടം വിശ്രമത്തില്ല, അതുകൊണ്ട് എനിക്ക് ഗർഭം വേണ്ട. നേരെ മറിച്ച് ഇസ്ലാം അതല്ല. ഇസ്ലാം അതല്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം. അവനാ ചെലവഴിക്കേണ്ടത്. ആദരിക്കപ്പെട്ടവളാണ് മുസ്ലിം കുടുംബത്തിലൊരു സ്ത്രീ. നിങ്ങൾക്കറിയോ, ശരിക്കും സ്ത്രീകളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ജോലിക്ക് പോകണോ പോണ്ടേ എന്നുള്ളതൊന്നല്ല എൻ്റെ വിഷയം. ഞാനിതിനെ മുന്നോട്ട് വെക്കുന്നത്, നിങ്ങൾ ജോലിക്ക് പോയാൽ ഉണ്ടാകുന്ന വേറെ ചില ഒരു സംഗതി ചെയ്യുമ്പോൾ ഗുണമാണോ ദോഷമാണോ കൂടുതൽ, തലച്ചോറ് പെരിച്ചായി തിന്നാത്ത എല്ലാവരും, അത് മുജാഹിദായാലും സുന്നിയായാലും, ഞാൻ പോയാൽ എൻ്റെ മക്കൾ തകരുമോ, എൻ്റെ മക്കൾ മോശമാകുമോ, എൻ്റെ മക്കൾ വീട്ടിലാരെയും കൂട്ടിക്കൊണ്ടുവരുമോ, എൻ്റെ മക്കൾ കൊളിച്ചു കിടക്കാനത് അവസരമാണോ, അങ്ങനെ എൻ്റെ മക്കളാണോ എനിക്ക് വലുത്, 25,000 ശമ്പളമാണോ വലുത് എന്ന് ചോദിച്ചാൽ അരിയാഹാരം കഴിക്കുന്ന പെണ്ണാണേ ഒരു വീട് തിരഞ്ഞെടുക്കും. അത്രയും ഞാൻ പറയുള്ളൂ, ബാക്കി നിങ്ങൾ വായിച്ചോ. അല്ലെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൺട്രോൾ വരുത്തുന്നുണ്ടത്. അത് സാധ്യമാവില്ല പലപ്പോഴും. നിങ്ങൾ ചിന്തിച്ചോ, തിരക്കായിരിക്കും, ഭർത്താവിന് ഒരു നല്ല ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോലും ഒക്കെ നേരം ഉണ്ടാവില്ല. ഭർത്താവായിരിക്കും മിക്ക വീട്ടിൽ. പണ്ടൊക്കെ എന്താ പറയല്ലോ, പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന. ഇന്നോ പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഹസ്ബൻഡ്. കാരണം ഓളെ 7 മണിക്ക് വരെ, മൂപ്പര് 5 മണിക്ക് സ്കൂൾ വിട്ടെത്തി. എന്നിട്ട് മൂപ്പര് കാത്തിക്ക വരുമ്പോ, ദാ എനിക്ക് വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട്, എനിക്ക് കുളിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പര് ഭാര്യയും ഓള് ഭർത്താവ് പോയി. കാരണം 5,000 രൂപ ശമ്പളം ഒക്കെ കൂടുതലാ. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങളിനെ കയറി തല്ലണ്ട. നിങ്ങൾക്ക് 5,000 രൂപ അധികം കിട്ടിയ ഭയങ്കര കിബറ. നിങ്ങൾ പറയുകയും ചെയ്യും, ഞാൻ 5,000 കൂടുതലുള്ള ആളാണ്. ഭർത്താവിന് 5 കോടി ശമ്പളം ഉണ്ടെങ്കിലും അതിൻ്റെ കിബറൊന്നും മൂപ്പര് പറയില്ല, നിങ്ങൾ പറയും. നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാലും പച്ച സത്യം അപ്രിയ സത്യം ഞാൻ വിളിച്ച് പറയാം. ടെക്നോ പാർക്ക്, ഞാൻ തിരുവനന്തപുരത്ത് ജീവിച്ചാളാ. ടെക്നോ പാർക്ക് കുടുംബം വന്നിട്ടേ കുടുംബം കലക്കുക. 300-ലധികം കുടുംബ കൗൺസിൽ നടത്തിയിട്ടുണ്ട് അവിടെ. എല്ലാം വരുന്നതെന്നറിയാം, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി. കാരണം എന്താ, ഈ ടെക്നോ പാർക്കിൽ ചിലപ്പോൾ 5 രൂപ കൂടുതൽ ഭാര്യ കഴിയും. എന്നിട്ട് അത് വെച്ചിട്ട് തമ്മിൽ തല്ലുക. സത്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മതമാണ്. നേരത്തെ ഇവിടെ ഷെരീഫ് ഉപയോഗിച്ചൊരു പദമുണ്ട്, പടച്ചോ നിശ്ചയിച്ച ആ റൂട്ടില്ല, ആ കാറ്റലോഗ്, അതിനനുസരിച്ച് ജീവിച്ചാലല്ലേ തെസ്കുനും ഇലയും ഉണ്ടാവും, അവളിലേക്ക് സമാധാനം അടയാൻ. നിങ്ങളൊന്ന് ആലോചിച്ചു, അവളിലേക്ക് സമാധാനം അടയാൻ ഖുർആൻ പറയുന്നത്. എന്നാൽ ഭർത്താവ് പുറത്തുപോയി ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് അവശനായി വരുമ്പോൾ കാത്തു നിൽക്കുന്നൊരു വനിത. ഇന്നെങ്ങനെയാണ് ഭാര്യ ജോലിക്ക് പോയിട്ട് കാത്തു നിൽക്കുന്നൊരു ഭർത്താവ്? നേരെ തല തിരിഞ്ഞല്ലേ എല്ലാം. നിങ്ങളെന്നെ ചിന്തിക്കും, നേരെ തല തിരിഞ്ഞല്ലേ എല്ലാം. പണ്ടൊരു സ്ത്രീയുടെ ശരീരത്തിന്റെ അവയവത്തിന്റെ ആ സ്ട്രക്ചർ നമ്മളൊക്കെ കണ്ടിരുന്നോ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും? ഇന്ന് കുട്ടികൾ ടൈറ്റ് ജീൻസ് ഇട്ട് കാലിന് എത്ര വണ്ണുണ്ട്, കൈക്ക് എത്ര വണ്ണുണ്ട്, വയറെത്ര ഉണ്ട്, ഈ ബാക്ക് വശം എത്ര ചാടിക്കുന്നുണ്ട്, ഇതൊക്കെ കറക്റ്റ് കാണിച്ചിട്ട് പുരുഷന്റെ കാമത്തെ ഉദ്ദീപിപ്പിച്ച് അവനിലെ ഡോപ്പമിൻ വർദ്ധിപ്പിച്ച് കയറി പിടിക്കുമാർ അവരെ പ്രചോദിപ്പിച്ചിട്ട് പറയാ പുരുഷനാ കുഴപ്പക്കാരൻ. പുരുഷൻ കുഴപ്പക്കാരനാ, പക്ഷെ 80% കുഴപ്പക്കാരി നിങ്ങളാ. ഇന്ന് ഇവിടുത്തെ കോടതി തൂക്കിക്കൊന്നാ പോലും നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അഭിമാനമില്ല. നിങ്ങളെന്താ മനസ്സിലാ, ആ പുരുഷ നിനക്ക് ആസ്വദിക്കാനുള്ള ഇറച്ചി കഷ്ടമാകുന്നു ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ നിന്നു കൊടുക്കുക. ഞാൻ ഉമ്മമാരോട് പറയുന്നു, പെങ്ങന്മാരോട് പറയുന്നു, മാറണം. ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്,
ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം മാറ്റത്തിന് തയ്യാറല്ലെങ്കിൽ അല്ലാഹ് നിങ്ങളെ മാറ്റൂല. സ്വന്തം മക്കളെ വീട്ടിലിരുത്തി ദീന് പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മോനെ അരുതേ എന്ന് പറയാൻ, മോനെ എവിടെയായിരുന്നു എന്ന് നോക്കാൻ, മോൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് വിളിച്ചു നോക്കാൻ. ഒരു മകള് പോവുക, ഒരു നിരക്കും ആ മോള് രാത്രി വന്നാൽ വേണ്ടിയില്ല, പകല് വിളിച്ചു നോക്കുന്നതല്ല. ഓള് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, ഓള് ഇവിടെ ഉണ്ടല്ലോ, എന്താണ്ട് ഇങ്ങോട്ട് വിളിക്കൂലേ? പൊന്നു ബാപ്പാ, നിങ്ങളുടെ വിഡ്ഢിയാണ്. നിങ്ങൾ എത്ര കണ്ടവളെ വിളിക്കാതിരിക്കുന്നോ അത്ര കണ്ടവളെ മനസ്സിലാക്കും കിഴങ്ങൻ തന്താൻ, കിഴങ്ങൻ തന്താൻ. അതാണ്. നേരെ മറിച്ച് ലുക്മാനുൽ ഹക്കീം, യാ ബുനയ്യ, എന്റെ മോനെ, ഇന്നഹാ ഇൻ തഖു മിസ്കാല ഹബ്ബ, മോനെ അണുമണി തൂക്കമുള്ള കാര്യം അത് ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിനടിയിലോ എവിടെയാകട്ടെ അല്ലാഹ് പുറത്തു കൊണ്ടുവരും മോനെ, അല്ലാഹ് പുറത്തു കൊണ്ടുവരും. ഇത് പഠിപ്പിക്കണം മക്കളെ മടിയിലിരുത്തി, കുഞ്ഞുമക്കളെ മടിയിലിരുത്തി പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റുസ്തമിന്റെ സൈന്യം, ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യം എന്ത് ചെയ്യുന്നു എന്നറിയാൻ രാത്രി വന്ന് നോക്കുകയാണ് സ്വകാര്യ. ആനാഇൽ ലൈലി സാജിദൻ വഖായിമാ വല്ലദീന യബീതുന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. 39-ാം അധ്യായം 9-ാമത്തെ വചനം, 25-ാം അധ്യായം 64-65 വചനങ്ങൾ. അവിടെ അവർ കണ്ട കാഴ്ച, ഖാലിദിന്റെ സൈന്യം നിന്ന് നമസ്കരിക്കുന്നു, റുക്കൂയിലും സുജൂദിലുമാണ്, പ്രാർത്ഥനയിലാണ്. അതിർവരമ്പ് കാക്കുന്ന, കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുന്ന അശ്വാരൂഢന്മാരാണ്. റുസ്തമിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി അവർ പറഞ്ഞു, ഇല്ല റുസ്തം, മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. രാത്രി മുഴുവൻ റബ്ബിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഹൂൻ വബിൽ സഹാരിഹും യസ്തഗ്ഫിറൂൻ. എത്ര വ്യക്തമാണ് അദ്ദാരിയാത്തിലെ 17-18 വാചകങ്ങൾ. രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞ് അല്പം മാത്രം ഉറങ്ങി അള്ളാഹുവിനെ വാഴ്ത്തുന്നവർ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ മലപ്പുറം ജില്ലയിലേക്ക് അയച്ചാൽ, ഈ തിരൂർക്കാട്ടേക്ക് അയച്ചാൽ, ഈ പെരിന്തൽമണ്ണയ്ക്ക് അയച്ചാൽ, ഈ അരീക്കോട്ടേക്കും മഞ്ചേരിക്കും അയച്ചാൽ രാത്രി പട്ടാളം കാണുന്ന കാഴ്ച എന്തായിരിക്കും? 90 വയസ്സുള്ള കാക്കയും മൊബൈൽ തോണ്ടുന്ന കാണുക. 25 വയസ്സുള്ള പെണ്ണു കാണും. എന്നിട്ട് ഭർത്താവ് അങ്ങോട്ട് ചരിഞ്ഞ് മൊബൈൽ, ഭാര്യ ഇങ്ങോട്ട് ചരിഞ്ഞ് ഒലമ്പ ടച്ച് ചെയ്യാറ് വരെയില്ല. എന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങി മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് മുഖത്തേക്ക് ഒരൊറ്റ പുകയില്ല, ചുണ്ടുമലേക്ക്. എന്താ അത് പിടിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ട് എങ്ങനെ നന്നാവും? എങ്ങനെ നന്നാവും? നേരത്തെ ഇവിടെ ഉദ്ധരിച്ചല്ലോ 17-36, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങൾ എന്താ കേട്ടത്? പറ, എന്താ കേട്ടത്? ഖുർആനിന്റെ ഓത്ത് ഇങ്ങനെ വരുമ്പോ തോണ്ടി, അതിന് സ്പീഡ് കൂടുതലാ. ഖുർആനാ വരുന്നെങ്കിൽ ഒരൊറ്റ തോണ്ടി, തുണിയില്ലെങ്കിൽ ആ പെട്ടെന്ന് നിർത്തി ഫോക്കസ് ചെയ്ത് പിടിച്ച് നന്നാവോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങി പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്നുള്ള ചോദിക്കാൻ. ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. 79-ാം അധ്യായം 40-41 വചനം. ദേഹേച്ഛയെ നിയന്ത്രിക്കാൻ യൂസുഫ് നബി ഒരു പെണ്ണ് മാടി വിളിക്കുന്നു, ഇങ്ങോട്ട് വാ, കാമം തീർക്കാൻ വാ. ഖാലമാദല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കണേ. ഇന്നി അഖാഫുല്ലാഹ്, ഗുഹാവാസിയായ ചെറുപ്പക്കാരൻ അല്ലാഹനെ പേടിക്കുന്നേ. റജുലും ദഅതു ഇംറഅത്തിൻ വമൻസിബിൻ ജമാലിൻ വമൻസിബിൻ, ഒരു ജനിക്കുന്നു ദഅതു ഇംറഅത്ത്, ഒരു പെണ്ണ് സുന്ദരിയായ കുലീനയായ. ഇന്നി അഖാഫുല്ലാഹ്, അവർക്ക് അർശിന്റെ തണലുണ്ട്. യൗവനമേ, യുവാക്കളെ, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅ ഫലിയതസവ്വജ് അഊദു ലിൽ ബസർ ഫഹ്സനുൽ ഫറജ്. വിവാഹത്തിന്റെ പ്രായം പറയാ അല്ലാഹ് റസൂലേ. അതിൽ പ്രായമുണ്ട്, ആ ഹദീസ് പ്രായമുണ്ട്. ബുദ്ധിയുള്ളവർക്കുണ്ട്, തിങ്കിങ് ഉള്ളവർക്കുണ്ട്. ഇതിന്റെ അർത്ഥം പറഞ്ഞതിന്റെ പൊരുളാണ് മനസ്സിലാക്കേണ്ടത്. ആ പൊരുളിൽ നമ്മുടെ ലോകം ഇന്ന് എവിടെ നിൽക്കുന്നു? നമ്മളെവിടെ നിൽക്കുന്നു? നമ്മുടെ ഒരു ദിവസം വിശ്രമിക്കാൻ കഴിയും ഒരു മുസ്ലിമിന്? നൂഹ് നബിയെ പറ്റി പറയുന്ന ഇബ്നു ജരീർ തബരിക്ക് 20-ലധികം തവണ ഒരാളെ തന്നെ ക്യാൻവാസ് ചെയ്യായിരുന്നു. 31 സ്ഥലത്താ സൂറത്തുർ റഹ്മാൻ. അതിന്റെ അർത്ഥം എന്താ അറിയോ? 31 തവണ അള്ളാഹ് ജിന്നിനോടും ഇൻസിനോടും ഒരേ ചോദ്യം ചോദിക്കണേ. എന്താ അള്ളാഹ് രണ്ടട്ടം ചോദിച്ചപ്പോൾ ഞങ്ങളോട് ചിലപ്പോൾ 31 തവണ ചോദിക്കേണ്ടി വരും. എന്റെ അഭിപ്രായം എന്താ പറയുക? ആ ഖുർആൻ വെച്ചിട്ട് 31 തവണ ഒരാളെ ക്യാൻവാസ് ചെയ്താൽ അയാൾ നന്നാകെങ്കിൽ 31 തവണ പോകണോ? വേറൊരു സ്ഥലത്ത് 10 തവണ ചോദിക്കണെന്ത്? നിങ്ങൾ ഈ വൈലും യൗമഇദിൽ ലിൽ മുക്കദ്ദിബീൻ 10 തവണ. എന്തിനാ? അതൊക്കെ അതിന്റെ ഗൗരവം പഠിപ്പിക്കാം. നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? 5 നേരം നിസ്കരിക്കണ്ടല്ലേ? ഞാൻ ഒന്നും വിചാരിച്ചു, ബാബു സെട്ടിന്റെ സ്കൂളുണ്ട് കൊച്ചിയിൽ. ഇത് പറയുന്നത് എന്തിനാ വെച്ചാൽ പബ്ലിക്കിന് ഇത് ബോധ്യപ്പെടാനാണ്. ആ സ്കൂളിലെ കുട്ടികൾക്ക് +2 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചു, ഞാൻ വയറ്റിലുള്ള കാലത്ത്. അദ്ദേഹം സാധു ഒരു മനുഷ്യനാണ് ബാബു സെട്ട്, വളരെ ശുദ്ധനായ സാധുവായ ഒരു മനുഷ്യൻ.
അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതേ ക്രിസ്ത്യാനി കുട്ടികളും ഹിന്ദു കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ തൗഹീദ് പറയുമ്പോൾ ഒന്ന് മയപ്പെടുത്തി പറയും, അല്ലെങ്കിൽ അത് പറയേണ്ട, വേറെ വിഷയം പറഞ്ഞോളി, ശുദ്ധത ഗതി കൊണ്ട് പറഞ്ഞ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ജാഹിലിയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പിന്നെ നിങ്ങൾ ജമായത്തെ ഇസ്ലാമിയുടെ ടച്ചുള്ള കാലത്ത്, സെൽസബീൽ പള്ളിയിൽ ഉമർ മൗലവി വന്ന കാലത്ത് നിങ്ങൾക്ക് ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ? ആ മാറ്റം സത്യസന്ധമായ ദേവത്വം കൊണ്ടുണ്ടായതാ. നമുക്കൊരു ജനതയെ മുന്നിൽ കിട്ടിയിട്ട്, യൂസുഫ് നബീനെ പോലെ ഒരു അവസരം കിട്ടിയിട്ട് തൗഹീദ് പറയാതിരിക്കുകയോ? അപ്പൊ അദ്ദേഹം കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. നമുക്കൊരിക്കലും ജനങ്ങളെ കുറിച്ച് നമുക്ക് ബോധമില്ലാതെ പോകരുത്. നമ്മുടെ വീടിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം, നമ്മുടെ ജനസമൂഹത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ഒരു ഖുർആനിക വചനം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യാ അയ്യുഹല്ലദീന ആമനു, വിശുദ്ധ ഖുർആൻ പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദ ഇഹ്തദൈതും ഇലല്ലാഹി മർജൂകും ജമീഅ ഫഉനബ്ബിയുകും ബിമാ കുൻതും തഅമലൂൻ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ സൂക്ഷിക്കണം. ഹിദായത്തിലാണ് നിങ്ങളെങ്കിൽ വഴിപിഴച്ചവർക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. വിശുദ്ധ ഖുർആന്റെ 5-ാം അധ്യായം 105-ാമത്തെ വചനം. അതുകൊണ്ട് നമ്മളെ കുറിച്ച് ആലോചിക്കണം. നമ്മുടെ വീട്ടിൽ ഇസ്ലാം ഉണ്ടോ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മക്കളെ നേർരേഖയിൽ നടത്തണം. ദെൻ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്, യാ വൈലത്താ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ. അക്രമികൾ കൈകടിക്കുന്ന ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത്താ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ. ഞാൻ ഇന്നാലും അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചു, ആ കൂട്ടുകാരൻ എന്നെ മോശമാക്കി. അവൻ എനിക്ക് ബീഡി തന്നു, അവൻ എനിക്ക് സിഗരറ്റ് തന്നു, അവൻ എനിക്ക് കഞ്ചാവ് തന്നു, അവൻ എന്നെ സിനയിലേക്ക് ക്ഷണിച്ചു. യാ വൈലത്താ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ. സൂറത്ത് ഫുർഖാനാണ്, 25-ാം അധ്യായം 27, 27, 28, 29. വേറൊരു സ്ഥലത്ത് സൂറത്ത് മുദ്ദസ്സിറിൽ 39 വരെയുള്ള വചനം, 39 മുതലുള്ള വചനം. അതിൽ പറയുന്നത് എന്തറിയോ? അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ വലൻ നകു നുതൈമുൽ മിസ്കീൻ ഫകുന്നാ നഖൂദു മഅൽ ഖായിദീൻ ഫകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. എന്തേ കൂട്ടരെ നിങ്ങൾ സഖറിൽ എറിയപ്പെട്ടത്? എന്തുകൊണ്ടാണ് ആമിന നീ നരകത്ത് പോയത്? എന്തുകൊണ്ടാണ് സുബൈദ, എന്തുകൊണ്ടാണ് സുബൈറേ നീ നരകത്ത് പോയത്? ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല, തോന്നിവാസികളുടെ കൂടെ തോന്നിവാസത്തിൽ മുഴുകുകയായിരുന്നു. പരലോകത്തെ ഞങ്ങൾ നിഷേധിച്ചു, ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമില്ലെന്നും ഞങ്ങൾ വാദിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ നരകത്തിന്റെ ആളുകളായി. എന്നിട്ട് അവർ പറയും, സാദാത്യങ്ങളെയും കുബറായികളെയും തൊണ്ട തൊടാതെ വിഴുങ്ങി നബിയെയും ഖുർആനിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂലാ. അല്ലാഹുവേ, ഖാലൂ റബ്ബനാ ഇന്നാ സാദതനാ ഇന്നാ അതാനാ സാദതനാ വകുബറാനാ ഫഅദല്ലൂന സബീലാ റബ്ബനാ ആതിൽ ലൈഫൈന മിനൽ അദാബ്. പടച്ചവനെ, ഞങ്ങളെ വഴിതെറ്റിച്ച നേതൃത്വം, സാദാത്യങ്ങൾ, അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഞങ്ങളെ വഞ്ചിച്ചവർ റബ്ബേ. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ. സൂറത്ത് ബഖറയിലെ 165, 166, 167 വചനമാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഇതാണല്ലോ അമ്പിയാക്കൾ പറഞ്ഞ ആ സത്യദിനം, ഇതാണല്ലോ. എന്ത് കഷ്ടമാണ് എന്ന് പറയുന്ന ഒരു ദിവസം. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. തുറന്നു വെക്കപ്പെട്ട വിധത്തിൽ നിന്റെ സത്കർമ്മങ്ങളുടെ, നിന്റെ സുഹൃതങ്ങളുടെ, നിന്റെ പ്രവർത്തനങ്ങളുടെ കർമ്മരേഖ നിന്റെ കയ്യിൽ തരും. പട്ടാമ്പിയിലെ മുഴുവൻ ആളുകളുടെ കയ്യിലും, അതുപോലെ തിരൂർക്കാടിലെ മുഴുവൻ ആളുകളുടെ കയ്യിലും, ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരുടെ രേഖയും അവരുടെ കയ്യിൽ നൽകപ്പെടും. എന്നിട്ട് പറയും, ഇഖ്റ കിതാബക്, നിന്റെ കിതാബ് നീ തന്നെ വായിക്കേ. ആ വായിച്ചുകൊണ്ട് മനുഷ്യൻ പറയും,
അത്രേ. 17-ാം അധ്യായം 13, 14 18-ാം അധ്യായം 49 പറയുന്ന വാക്ക് മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. പടച്ചവനെ, ചെറുതും വലുതുമായി സ്വകാര്യതയിലും രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ ചെയ്ത കർമ്മരേഖ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് വിലപിക്കാൻ അവസരമുണ്ടാകരുത്. നമ്മളോട് ചോദിച്ചിട്ടല്ല, നമ്മളോട് പറഞ്ഞിട്ടല്ല, നമ്മൾ അറിഞ്ഞിട്ടല്ല നമുക്കൊരു ജീവിതമുണ്ടായത്. ഹല്ലത്താലൽ ഇൻസാൻ ഹീനും ബിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. 76-ാം അധ്യായം സൂറത്ത് ഇൻസാനിൽ അല്ല പറഞ്ഞതാണ്, ഒന്നുമല്ലാത്ത, അഡ്രസ് ഇല്ലാത്ത, ബീജം പോലുമല്ലാത്ത, മണ്ണിന്റെ ഭാഗമല്ലാത്ത ഒരു കാലം നിനക്ക് കടന്നു പോയിട്ടില്ലേ? വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ. സൂറത്ത് നൂഹിലാണല്ല പറയുന്നത്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു മുളപ്പിച്ചില്ലയോ, ഭൂമിയിൽ നിങ്ങളെ വ്യാപിപ്പിച്ചില്ലയോ, ആ ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ മടക്കിയില്ലയോ? മണ്ണോട് മണ്ണും ചേരും ഈ ജീവിതം അന്ന് തൊട്ടടുത്ത കടയിൽ നെയ്തു വന്നുവോ? നിന്നെ പൊതിയാനായി എടുത്തിടും വെള്ളത്തുണി. ഉപ്പ എന്ന പേരും മാറി പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. ഈ ലോകത്തുനിന്ന് മിൻഹാ ഖലഖനാകും വഫീഹാ നുഗീദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണിന്റെ ഭാഗമായി മണ്ണിൽ തന്നെ വളർന്ന് മണ്ണിന്റെ വികാരങ്ങളോടെ ജീവിച്ച് മണ്ണിലേക്ക് തന്നെ മടക്കപ്പെട്ടിട്ട് ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, റബ്ബിലേക്ക് നീ മടങ്ങി വരും. അന്ന് നിന്റെ കർമ്മരേഖ കിട്ടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മരേഖ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഭാര്യയെ വഞ്ചിച്ചതിന്, ഭർത്താവിനെ ചതിച്ചതിന്, ദാമ്പത്യത്തിന് ശേഷവും പ്രേമം സൂക്ഷിച്ചതിന്, കഞ്ചാവടിച്ചതിന്, പലിശയുമായി ബന്ധപ്പെട്ടതിന്, ഇത്തക്കില്ല 65-ാം അധ്യായം 2-3 വചനങ്ങളിൽ റബ്ബിനെ സൂക്ഷിക്ക്, അല്ല നിങ്ങൾക്കൊരു മഖ്റജ് ഉണ്ടാക്കി തരും. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്ക്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു യുവാവേ, എന്ത് ചെയ്തു യുവതി? നിന്റെ യൗവനം എന്തിനു വേണ്ടി? നഹ്നു നഖുസ്സു അലൈക നബഉം ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. 18-ാം അധ്യായമാണ്, 13, 14 വചനങ്ങളാണ്. ആ അസ്ഹാബുൽ കൗഫ്, അല്ലാഹ് അല്ലാത്ത ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കില്ല. കൊടുത്ത കഴിവ്, കൊടുക്കാത്ത കഴിവ് എന്നതില്ല. എല്ലാ കഴിവും കുദറത്തും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇത്രയൊന്നും പ്രസംഗിക്കണമെന്ന് വിചാരിച്ചല്ല. ഓരോ വരവിലും, ഓരോ നോട്ടത്തിലും, ഓരോ പൂക്കിലും സമൂഹത്തിൻ്റെ നാശം കാണുമ്പോൾ ടെൻഷനാണ്. എല്ലാവരും ഒന്ന് ഇറങ്ങേണ്ട സമയമാണ്. ഈ ഇരിക്കുന്ന നിങ്ങളോടും എന്നെ ക്ഷണിച്ച മുബാറക് ഉസ്താദിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എത്രയോ, ഓരോ മുസ്ലിമിൻ്റെ മരണവും നമ്മുടെ നെഞ്ചിൽ വേദനയാകണം. ശിർക്കിലായി മരിക്കുന്ന ഓരോ സമസ്തക്കാരനും ഓർത്തും നമുക്ക് ദുഃഖിക്കാൻ. ഈ ആളുകൾക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഞാനിവിടെ 2 തലമാണ് ചർച്ച ചെയ്തത്. ഒന്ന്, ലോകത്ത് മനുഷ്യർക്ക് ഇസ്ലാം എത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. 2, നമ്മൾ സ്വയം നന്നാകേണ്ടതിൻ്റെ പ്രാധാന്യം. നരകവും ഉണ്ട്, സ്വർഗവുമുണ്ട് എന്ന യാഥാർത്ഥ്യം. ആ സ്വർഗത്തിലേക്ക് സാബിക്കൂന ഉലൈക ഹുമുൽ മുഖറബൂൻ സാബിക്കു ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും വസാരിഉ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും. 3-ാം അധ്യായം 133-ലും സൂറത്ത് ഹദീദിലെ 22-ലും ഒക്കെ അല്ലാഹ് പറഞ്ഞു, വന്നോളിയും സ്വർഗത്തിലേക്ക് വന്നോളൂ, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് വന്നോളി. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് സാധ്യമാകുമാറാകട്ടെ.